കൊഞ്ചിവാ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നമ്മളങ്ങനെ മുഖാമുഖം നിൽക്കുകയാണ്. കാരണം നമ്മൾ ലൈഫ് സ്റ്റോറി പാർട്ട് 2 ഒക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ നേരിട്ട് പേഴ്സണൽ കാര്യങ്ങൾ പറയാം അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഷോർട്സും വ്ളോഗൊക്കെ ഇട്ടങ്ങ് പോവല്ലായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് 5 മാസം നിന്ന് കഴിഞ്ഞ തവണ പോയി. പിന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു കാരണങ്ങളുണ്ട് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാരണങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ബുക്ക് കണ്ടോ, ഇത് നമ്മൾ അവിടെ വെച്ച് Q&A പോസ്റ്റ് ഇട്ട് ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെച്ചാണ്. ഒരു തവണ ഞാൻ ഷൂട്ടും ചെയ്തായിരുന്നു, പക്ഷേ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എനിക്കത് വീഡിയോ എടുത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു തൃപ്തി തോന്നിയില്ല. കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. സോ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ വീഡിയോസ് കാണുമ്പം അല്ലെങ്കിൽ നമ്മൾ ഒരു Q&A ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും അതിൽ നിന്നൊരു ഗുണമൊക്കെ കിട്ടണമല്ലോ ആൾക്കാർക്ക്. പേഴ്സണൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഭയങ്കര ക്വാളിറ്റി കൊടുക്കണം, അങ്ങനത്തെ വീഡിയോ ഇടില്ല, ഇങ്ങനത്തെ വീഡിയോ ഇടില്ല എന്നൊക്കെയുള്ള കുറേ ചിന്തകൾ ഇപ്പോഴും മനസ്സിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്നൊക്കെ ഞാൻ പുറത്തേക്ക് വരുന്നുള്ളൂ. കാരണം നോർമലി നമ്മൾ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇട്ട് പോയാൽ മതി, പക്ഷേ ഇടുമ്പോൾ കുക്കിംഗ് ഇടണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇടണം എന്നൊക്കെയുള്ള ഒരു ചിന്ത കാരണം അതൊന്നും അല്ല ശരി എന്നുള്ള ഞാൻ മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ എന്തായാലും അതിരിക്കട്ടെ. അപ്പം ആദ്യം തന്നെ നമ്മൾ നാട്ടിലേക്ക് വന്നതിൻ്റെ കാരണം പറയാം കേട്ടോ. 7 മാസം മുന്നേ. അപ്പം ഇപ്പോൾ വന്നിട്ട് 7 മാസമായി. ഓണത്തിന് മുന്നേ ആഗസ്റ്റ് 16-നാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ വന്നതാണ്. കാരണം അറിയാമല്ലോ, കഴിഞ്ഞ തവണ പോയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ജോലി കണ്ടുപിടിക്കാൻ അതിനൊക്കെ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേർക്ക് ഡെയിലി കാണുന്ന ആളുകൾക്ക് അറിയുന്നതാണ്. അതായത് 3 മാസത്തോളം ജോലിയൊക്കെ അന്വേഷിച്ച് നടന്നു. പിന്നെ ഒരു ജോലി കിട്ടി. പിന്നെ കിട്ടിയ ജോലി ഭയങ്കര അത്യാവശ്യം നല്ല ഹാർഡ് വർക്കായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഏകദേശം 10-30 വ്ളോഗ് ഇട്ട് അതിൻ്റെ കൂടെ ഷോർട്സ് ഇട്ട് ഡെയിലി അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തന്നെ ഒരു ബ്രേക്ക് എടുക്കണം തോന്നി. പിന്നെ ഓണത്തിന് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നു. നമ്മൾ വീഡിയോസ് ഇട്ടപ്പോൾ അതിനിടയിൽ കൂലിപ്പണി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് വന്നില്ലായിരുന്നോ. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഇട്ട് അത് അത്യാവശ്യം റീച്ചായി, കുറേ പേര് സപ്പോർട്ട് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് അപൂർവമായിട്ട് വന്നൊരു സംഭവമുണ്ട്. അത് പറയേണ്ട സമയം ഇതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു ദിവസം ഒരു കോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, അഖിലല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ജപ്പാനിൽ തന്നെയുള്ള ഒരാളാണ് കേട്ടോ. ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ്, നീ വൾഗർ വീഡിയോസ് ചെയ്യുന്നത് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, വൾഗർ വീഡിയോസ് അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ഉദ്ദേശിച്ചത് എന്നാണെന്നറിയോ, നമ്മൾ ഈ ഹാർഡ് വർക്കായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നില്ലേ, ഹാർഡ് വർക്കിനാണ് ഒരാൾ വൾഗർ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള നിർത്തണം. അപ്പോൾ ഞാൻ ചോദിച്ചു, കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ജപ്പാനിലുള്ള ആർക്കോ ഒരു കല്യാണാലോചന വന്നിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരെങ്ങാണ്ട് എൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തു, ഇങ്ങനത്തെ ജോലിയാണോ ജപ്പാനിൽ ചെയ്യണമെന്ന് ചോദിച്ചു. അത് ഇവർക്ക് ഭയങ്കര ഇതായി. എന്നിട്ട് അതും എനിക്ക് അതിൻ്റെ കണക്ഷൻ മനസ്സിലാവുന്നില്ല കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യുന്നവരെല്ലാം മോശക്കാരാണോ എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. എന്നിട്ട് പിന്നെ അത് ഇവർ ഉള്ള അതിൻ്റെ പിന്നിലുള്ള കാര്യം പറഞ്ഞു, അവർക്ക് കമ്മ്യൂണിറ്റിയാണ് പ്രശ്നം. അപ്പോൾ അവർ പിന്നെ പറഞ്ഞു ജാതി മതത്തിലേക്കൊക്കെ കടന്നു കേട്ടോ. അവർ പറഞ്ഞു, നിൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഇത് പ്രശ്നമല്ലായിരിക്കും, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ കല്യാണം വരുമ്പം പിന്നെ വലിയ ജോലി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ എടുത്തു പറഞ്ഞു, ഇത് പ്രശ്നമുണ്ട്, ഞങ്ങളെ ബാധിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിലൊരു തീവ്രവാദം എന്നുള്ള രീതിയിൽ, മത തീവ്രവാദം തന്നെ പറയണം, അങ്ങനത്തെ രീതിയിലേക്കുള്ള സംസാരം പോയിട്ടോ. ലാസ്റ്റ് ഭീഷണി എന്നുള്ള രീതിയിലും പുള്ളി സംസാരിച്ചു. എനിക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല, ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. അപ്പം അത്രയും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു രാജ്യത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാൻ, അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ നമ്മളിപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്, വിവാദങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ നമ്പർ കണ്ടുപിടിച്ച് ഫോണിൽ വിളിച്ച് ഇങ്ങനെ പറയാമെന്ന് പറയുമ്പം അതൊന്ന് ഓർത്ത് നോക്കി, ഏതൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ റീസെൻ്റ്ലി നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നോക്കിയപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നി കേട്ടോ. അതായത് ഒരു കൂട്ടം ആളുകൾ, അതിപ്പം ഇന്ന കമ്മ്യൂണിറ്റിയോ ഈ കമ്മ്യൂണിറ്റി ആരും ആയിക്കോട്ടെ, ഭയങ്കരമായിട്ട് ആളുകളുടെ ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സിനിമ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ എല്ലാം നശിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. കാരണം ഇത് പറയാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ലൈഫ് സ്റ്റോറി പാർട്ട് 3 ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ. കാരണം ലൈഫ് സ്റ്റോറി പാർട്ട് 3-ലായിരുന്നു ഞാൻ എങ്ങനെയാണ് ജപ്പാനിൽ വന്ന് പെട്ടത്, എനിക്ക് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം 3 എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഞാൻ 3 ഓൾറെഡി കുറച്ച് ഷൂട്ട് ചെയ്തായിരുന്നു. 2 വർഷം മുന്നേ ഉള്ള കാര്യമായിട്ടാണ് പറയണേ. അപ്പോഴേക്കും എനിക്ക് ഒത്തിരി മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായി, ചേട്ടാ എപ്പോഴാണ് 3 ഇടുന്നതെന്ന്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു 3 ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചു, ചേട്ടാ എപ്പോഴാണ് 3 ഇടുന്നതെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, ഇവരെല്ലാം എൻ്റെ ലൈഫ് സ്റ്റോറി കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. കാരണം ഞാനും പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വന്നതാണ്. അപ്പം എല്ലാവരുടെയും സ്നേഹം, അങ്ങനെ ഭയങ്കര ഒരു
കുരുട്ട് ബുദ്ധി ഇങ്ങനെ റീച്ച് ചെയ്യണം അങ്ങനെ റീച്ച് ചെയ്യണം അങ്ങനൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച സ്നേഹം കൊണ്ടായിരിക്കുന്നു. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് വരുന്ന മെസ്സേജുകൾ ചേട്ടാ എപ്പോഴാണ് ഇടുന്നത്, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് പാർട്ട് 3 ഞാൻ ജപ്പാനിലേക്ക് എങ്ങനെയാണ് വന്നത് അതേ രീതിയിൽ ഫോളോ ചെയ്ത് വരാൻ വേണ്ടി കുറേ പേര് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വന്നു പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ടോ ഒന്നും വന്നതല്ല, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും. അതായത് വിസ തട്ടിപ്പിൽ പെട്ടുപോയതാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൊണ്ടുവന്ന ആളുകൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു കാര്യങ്ങളും ചെയ്തു തന്നില്ല. അതുപോലെ നമ്മളിങ്ങനെയല്ല വരാൻ ഉദ്ദേശിച്ചത്, നമ്മളെ പറ്റിക്കുകയാണ് ചെയ്ത്, തീർത്തും പറ്റിക്കുകയാണ്. അപ്പം ചില നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒത്തിരി പിള്ളേരാണ് നമ്മുടെ അടുത്ത് വന്ന് മിണ്ടുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പഠിത്തം കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന പോലെ വരാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ജപ്പാനിൽ പറ്റിക്കപ്പെട്ട് പോയാലും ഇപ്പോൾ ഈ ചേട്ടൻ യൂട്യൂബൊക്കെ ഉണ്ട്, ഈ ചേട്ടൻ ഇവിടം വരെ എത്തി അവിടം വരെ എത്തിയില്ലേ, ഞങ്ങൾക്ക് ഈ വഴി പോകാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഒരാൾ വന്നിട്ട് എങ്ങനെ സർവൈവ് ചെയ്ത് പോകും, എങ്ങനെ ജീവിച്ച് പോകും, അല്ലെങ്കിൽ ഒന്നും നമുക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ കാര്യം തന്നെ ഞാൻ ഫിനാൻഷ്യലി രക്ഷപ്പെട്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി അങ്ങനെ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ഒന്നോടെ എനിക്ക് പോകണമെന്നുണ്ട്, ഒന്നോടെയും പോയി ഒന്ന് സെറ്റായിട്ടൊക്കെ വരണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടില്ല. 1-2 വീഡിയോയിൽ കോഗയുടെ ഒരു വീഡിയോ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞ് നമുക്ക് വ്യൂസ് കൂട്ടേണ്ട ആവശ്യമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു കുക്കിംഗ് ആണെങ്കിലും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി കുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നുണ പറഞ്ഞ് അല്ലെങ്കിൽ ഇന്ന പോലെയായിരുന്നു, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. കുക്കിങ്ങിലേക്ക് തിരിയുന്നത് തന്നെ കുക്കിംഗ് വീഡിയോസ് അത്യാവശ്യം ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ മാത്രമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് റീച്ച് ഉള്ളതുകൊണ്ട് മാത്രമാണ് കുക്കിംഗ് വീഡിയോസ് തിരിഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് മേടിക്കുന്ന വീഡിയോസ് അങ്ങനെയൊക്കെ പോകുന്ന വീഡിയോസ്, ഫോട്ടോ ഷൂട്ട് വരെ ചെയ്തിട്ടുണ്ട് ടോക്കിയോയിൽ പോയി. അങ്ങനെ ഒത്തിരി വെറൈറ്റി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസ് വഴി ഒരാൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ആയിട്ട് വേറെ രീതിയിൽ പോകരുത്, അല്ലെങ്കിൽ അവിടെ പോയി പെട്ടുപോകരുത്, അവർക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള വിശ്വാസം എനിക്ക് അന്നും, വിശ്വാസമല്ല ആഗ്രഹം അന്നും ഇന്നും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന എത്രയോ മെസ്സേജുകൾ, എന്നോട് മണിക്കൂറുകൾ വരെ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ച ആൾക്കാർ വരെ ഉണ്ട്. വിസ തട്ടിപ്പിൽ പെട്ടുപോയിട്ടും പെടാനായിട്ട് നിന്ന ആൾക്കാർ പിന്നീട് വിളിച്ചിട്ട് നന്ദി പറഞ്ഞു, ബ്രോ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ട് ഞങ്ങളതിൽ നിന്ന് പിന്മാറി. പിന്നെ ഒരുപാട് വിസ തട്ടിപ്പുകൾ വിസിറ്റിങ്ങിൻ്റെ പേരിൽ ജപ്പാനിൽ നടക്കുന്നുണ്ട്. അതിനിപ്പം എനിക്ക് അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പറയാനുള്ളതൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലൈവുകളിൽ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിലുള്ള ലൈവുകളിൽ പറഞ്ഞിട്ടുണ്ട്, വിസ തട്ടിപ്പിനെതിരായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആളുകൾക്ക് വേണ്ട. ആളുകൾക്ക് ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് ജപ്പാനിലേക്ക് വരും, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താമെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അയാൾ നന്മമരമാകുന്നു, അയ്യോ നിങ്ങളെപ്പോലെ ആൾ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. അത് പൊക്കോട്ടെ. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ജെനുവിനായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിൽ വല്ല അഭിനയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നൊരു കാര്യം, എന്തെങ്കിലും ഉള്ള കാര്യം, ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴേക്കും അതിനെ ആളുകൾ വളച്ചൊടിച്ച് വേറെ എന്തെങ്കിലും ആക്കി വിടും. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് എന്താ പറയുക, തട്ടിക്കൂട്ട് അങ്ങനെയൊക്കെ നിന്ന് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഒന്നും പറയാതെ എന്നാൽ നന്മ വരാന്നുള്ള രീതിയിലൊക്കെ നിന്ന് ആളുകളായിട്ട് ഇതൊന്നും ഇല്ലാതെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും ശരിക്കും പറഞ്ഞാൽ പലരും ഈ നെഗറ്റീവ് പറയുന്നവരെയാട്ടോ ഞാൻ പറയുന്നത്, അവരാരും ഇവരെ ഒന്നും ചെയ്യാൻ പോകത്തില്ല. അതേസമയം കുറച്ച് ജെനുവിനായിട്ടോ അല്ലെങ്കിൽ നമ്മളുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഇതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ല, അതിങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ പൊങ്കാലക്കിട്ട് കൊടുക്കണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹം എനിക്ക് ഒട്ടുമില്ല കേട്ടോ. ചെറിയ നെഗറ്റീവ് പോലും നമുക്ക് നമ്മുടെ ചാനലിൽ വരാറില്ല. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരുത്തൻ, അവൻ ഭയങ്കര ശല്യമാണ്, ജോലിക്ക് പൊക്കൂടെ, പണിക്ക് പൊക്കൂടെ, വല്ല ജോലിയും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇങ്ങനെയുള്ള അവൻ തന്നെയാണ്, ഇവനെപ്പോലെയുള്ളവന്മാരാണ് ജപ്പാനിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ നീ കൂലിപ്പണിയാണോ ചെയ്യുന്നത് ജപ്പാനിൽ അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ വെറുപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് വലിയ ജോലി തന്നെയാണ്. നമ്മൾ 2-3 മണിക്കൂറും കുക്ക് ചെയ്ത് 1 മിനിറ്റിൻ്റെ ഷോർട്സ് ആയിട്ട് ഇടുന്നതും ജോലി തന്നെയാണ്. നമ്മൾ അത്രയും മണിക്കൂറുകൾ അത്രയും എഫേർട്ടൊക്കെ ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതൊന്നും അറിയാത്ത ഒരുത്തൻ കുറേ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് 1-2 വീഡിയോസിലാണ് കുഴപ്പമില്ല, എല്ലാ വീഡിയോസിലും വന്നിട്ട് ആൾക്കാരെയും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വന്ന് കമൻ്റ് ഇട്ട് വെക്കുകയാണ്. അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു Q&A കൂടി ചെയ്യാം. എന്തായാലും ഞാൻ പണ്ടേ മുതൽ എഴുതി വെച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. അപ്പം പിന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അത് മാത്രം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ. കൂടുതൽ അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ ചാനലിനെ ഡൗണിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുമോ, കുക്കിംഗ് അല്ലാതെ ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ റീച്ച് കിട്ടുമോ എന്നുള്ള ചിന്തയൊക്കെ ഞാൻ മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ 1-2 കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, ബ്രോ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇട്, ഇത്ര 7 ലക്ഷമൊക്കെ ആയില്ലേ, ഇതുപോലും ആവാത്ത ആൾക്കാരുണ്ട്, നിങ്ങൾ കാണിക്കുന്ന അഹങ്കാരമാണ് കേട്ടോ എന്നൊക്കെ. അത് സ്നേഹം കൊണ്ട് പറയണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എൻ്റെ മൈൻഡേ നമ്മളങ്ങനെ
ഇൻറ്റൻഷ്യലി നമ്മൾ യൂട്യൂബ് തുടങ്ങി റീച്ചായി വരണം എന്ന് വിചാരിച്ചു തന്ന ആളല്ലല്ലോ. എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്ന് റീച്ചായിട്ട് വന്നു. അതുകൊണ്ട് ആ സ്നേഹവും ഇതൊക്കെ നിലനിർത്തി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടാണ് എൻ്റെ മനസ്സിങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് Q&A ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ നാട്ടിലേക്ക് വരാൻ നേരത്തെ ചെയ്യാനിരുന്നതാണ്. അപ്പം നാട്ടിലേക്ക് വരുന്ന സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം നാട്ടിലായതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ടും റിപ്ലൈ ചെയ്യാൻ അനുയോജ്യമാണെന്ന് തോന്നി. അപ്പം നമുക്ക് തുടങ്ങാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1, 2, 3, 4, 5 പേജിലായിട്ട് 70 ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ നല്ല ക്വസ്റ്റ്യൻസൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് തുടങ്ങി നോക്കാം. അപ്പോൾ ആദ്യം അഞ്ജു എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ പേര് അഞ്ജു എന്നാണ്. അഞ്ജു ചോദിച്ചിരിക്കുന്ന നെയിം, ഹൗസ്, ഫാമിലി. എൻ്റെ പേര് അഖിൽ എന്നാണ്. അഖിൽ ശിവ എന്നാണ് നമ്മുടെ യൂട്യൂബിലെ നെയിം. മല്ലു ജപ്പാൻ ഡയറീസ് ബൈ അഖിൽ ശിവ. ഇൻസ്റ്റാഗ്രാമിൽ അഖിൽ ശിവ എന്നാണ്. ഒഫീഷ്യൽ നെയിം അഖിൽ TS എന്നാണ് കേട്ടോ. അച്ഛൻ്റെ പേര് ശിവൻ എന്നാണ്. ഹൗസ്, വീട് തൊടുപുഴ വെങ്ങല്ലൂരാണ് കേട്ടോ. വെങ്ങല്ലൂർ പ്ലാവഞ്ചൂട്. ഇപ്പോൾ നമ്മൾ പാറയിലാണ് താമസിക്കുന്നത് റെൻറ്റിന്. പിന്നെ ഫാമിലി എന്ന് പറയുമ്പം അമ്മ, ചേച്ചി, അനിയൻ, ചേച്ചിയുടെ ഫാമിലി ഇവരൊക്കെയാണുള്ളത്. ചേച്ചിയുടെ പിള്ളേരെ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വീഡിയോസിൽ. അങ്ങനെ പിന്നെ അനിയനുണ്ട്. അനിയൻ കോളേജിൽ പഠിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ജാപ്പനീസ് മുത്തശ്ശനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആളെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര കോൺടാക്റ്റ് കുറവാണ് ജപ്പാനിൽ. മലയാളീസ് ആണെങ്കിലും വളരെ വിരലുണ്ടാവുന്ന ആൾക്കാരെ അറിയത്തുള്ളൂ. ആ അറിയത്തുള്ളതിൽ തന്നെ ഏറ്റവും കോൺടാക്റ്റ് ഉള്ളവർ ഒരു 3-4 പേര് ആയിട്ടേ കോൺടാക്റ്റ് ഉള്ളൂ. അപ്പം പിന്നെ ഈ ജാപ്പനീസ് മുത്തശ്ശന് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ആളുടെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ചോദിക്കാറുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ ആൾ സുഖമായിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പോയിട്ട് എന്തായാലും ഞാൻ വീഡിയോയിൽ കാണിക്കാട്ടെ നിങ്ങളെ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് മഹാദേവനാണ് ചോദിച്ചേക്കണേ. താങ്കൾ ജപ്പാനിൽ യാത്രയ്ക്ക് സൈക്കിളാണ് ഉപയോഗിച്ചത്. നാട്ടിൽ വന്നിട്ട് എന്താണ് സൈക്കിൾ യൂസ് ചെയ്യാൻ മടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നാട്ടിൽ ശരിക്കും ജപ്പാനിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ഭയങ്കര കോമൺ ആയിട്ടാണ് കേട്ടോ എല്ലാവരും ഉപയോഗിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ കോട്ടിട്ടൊക്കെ വലിയ കമ്പനിയുടെ ഓണറായിരിക്കും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് കോട്ടിട്ടൊക്കെ ഇങ്ങനെ മറ്റേ ബാഗുമായിട്ട് സാലറിമാൻസൊക്കെ ഇങ്ങനെ സൈക്കിളിൽ പോകുന്നത് കാണാം. അത് പക്ഷേ ഭയങ്കര കോമൺ ആണ് അവിടെ. പിന്നെ ഞാൻ സിംഗിളായിട്ടല്ല അവിടെ ജീവിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്ത സൈക്കിൾ മതി. ഇവിടെ എന്ന് പറയുമ്പോൾ രാവിലെ അമ്മേനെ കൊണ്ടുവിടണം, ചിലപ്പോൾ കൊച്ചിനെ കൊണ്ടുവിടേണ്ടി വരും, അങ്ങനെ ഇവരെ വിളിക്കാൻ പോകണം. അതിന് സൈക്കിൾ എന്തായാലും നമുക്ക് ഇതാവില്ലല്ലോ. പിന്നെ കടയിൽ പോയി ഒരു സാധനം മേടിക്കണമെങ്കിൽ എൻ്റെ സമയത്തിന് പോയാൽ പോരല്ലോ. ഇപ്പം അത്യാവശ്യമുള്ള സാധനമാണെങ്കിൽ വണ്ടി എടുത്ത് തന്നെ പോകണം. അപ്പോൾ 2 വീലർ പറ്റും. പിന്നെ ഇത്തവണ ഞാൻ കാർ ഓടിച്ചായിരുന്നു കേട്ടോ. കാർ ഓടിച്ച് വാഗമൺ വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അളിയനുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ കൺവീനിയൻറ്റ് 2 വീലർ തന്നെയാണ് കേട്ടോ. 2 വീലർ മീൻസ് ഞാൻ ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. സൈക്കിൾ അത്ര പോരാ. പിന്നെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ, അറിയാലോ. അപ്പോൾ റോഡും നമുക്കവിടെ സെപ്പറേറ്റ് ഫുട്പാത്തും അതുപോലെ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള പാത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ പോവാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും സേഫ് അല്ല സൈക്കിൾ ഓടിക്കാനായിട്ട്. അപ്പോൾ അതും ഒരു കാരണമായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ ചോദിച്ചിരിക്കുന്ന അഞ്ജലിയാണ് കേട്ടോ. ജപ്പാനാണോ കേരളമാണോ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 സ്ഥലം നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു സ്പേസാണ് ഡിപ്ലോമാറ്റിക് ആയിട്ടും. എന്നാലും ശരിക്കും പറയാം എനിക്ക് അവിടെ നിൽക്കുമ്പോൾ കേരളം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി, നമ്മൾ ജീവിച്ച ചുറ്റുപാടൊക്കെയാണ് എനിക്ക് മിസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഞാൻ കേരളം അങ്ങനെ എല്ലാ സ്ഥലങ്ങളായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ ഫാമിലിയുടെ കൂടെയുള്ള മൊമെൻറ്റ്സും അതുപോലെ ഉത്സവ സീസണുകൾ ഒക്കെ വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ മിസ്സിങ്. ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഭയങ്കര മിസ്സിങ്. അയ്യോ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് തോന്നൽ. അല്ലാതെ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു മിസ്സിങ് ഫീല് വന്നിട്ടില്ല. പിന്നെ മിസ്സിങ് ഫീൽ അല്ല ചോദിച്ചേക്കണേ, ജപ്പാനാണോ കേരളമാണോ ഇഷ്ടം എന്നാണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഒരു പൊടിക്കെപ്പോഴും നമുക്ക് നമ്മുടെ നാട് തന്നെയായിരിക്കുമല്ലോ ഇഷ്ടം. പക്ഷെ ഞാൻ ഇവിടെ കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ എനിക്ക് ജപ്പാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അവിടുത്തെ ഫുഡ് വരെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടമാണ്. എന്നാലും ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചതുകൊണ്ട് കേരളം തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ അനന്തകൃഷ്ണനാണ് ചോദിച്ചേക്കണേ. ഇനി തിരിച്ചു പോകുന്നുണ്ടോ അതോ നാട്ടിൽ തന്നെ നിൽക്കാനാണോ പ്ലാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ച സമയത്ത് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇപ്പോൾ ചോദിക്കുന്നതിൽ അത് തെറ്റില്ല. എന്നാലും നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. എനിക്കിവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ റെഡി ആയത്. അപ്പം ലൈസൻസ് എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ടൈം വേണമെന്ന്. അതാണിപ്പം ചെറിയൊരു പ്രശ്നത്തിലായേക്കണേ. അതുകൊണ്ട് കുറച്ച് സമയം എടുത്താലും നമ്മൾ തിരിച്ചു പോകും കേട്ടോ. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഡോക്ടർ വൈകയാണ് ചോദിച്ചിരിക്കുന്നത്. ആർ യു മാരീഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മാരീഡ് അല്ല കേട്ടോ. നമ്മൾ വീഡിയോസ് കണ്ടിട്ടുള്ളത് ചേച്ചിയുടെ മക്കളാണ് 2 പേര്. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഭക്തനോ അങ്ങനെ ആരാണ്ട് ചോദിച്ചിരുന്നത്. വേറെ എന്തെങ്കിലും കൺട്രിയിൽ ജോബ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്. ഫിൻലാൻഡ് നല്ല കൺട്രിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ
ഓസ്ട്രിയയിൽ വർക്ക് ചെയ്യുക, അങ്ങനെ അധികം വീഡിയോസും ഞാൻ കണ്ടിട്ടില്ല ഓസ്ട്രിയയുടെ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചേട്ടൻ വഴി, നമ്മുടെ നേരത്തെ കൂടെ താമസിച്ചൊരു ചേട്ടൻ വഴി കേട്ടതാണ്. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കിയപ്പോൾ നല്ലൊരു കൺട്രിയാണ്. അപ്പോൾ ഞാൻ ജപ്പാനിൽ പോകുന്നില്ലെങ്കിൽ ഈ 2 കൺട്രീസ് നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ വേറെ കൺട്രിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ മെയിനായിട്ട് എനിക്ക് ജപ്പാനിൽ നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ജപ്പാനിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റിയാണ്. നമ്മളവിടെ ജീവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു 5 വർഷമൊക്കെ അടുപ്പിച്ച് നിന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ അവിടുത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കല്യാണത്തിന് പോകുമ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ഷൂസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. തലേദിവസം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ തേച്ചൊക്കെ എല്ലാം വെച്ച് രാവിലെ അത് എടുത്തിട്ടുണ്ട്. രാവിലെ എനിക്ക് ഓടിപ്പടച്ച് തേക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അങ്ങനെ എല്ലാം മടക്കി തേച്ച് എല്ലാം വെച്ച് അതൊക്കെ ഒന്ന് കണ്ണിന് കുളിർമയായി അങ്ങനെ കിടന്നുറങ്ങണം. എന്നിട്ട് രാവിലെ അത് എടുത്ത് ഇട്ടുകൊണ്ട് പോകുന്നത്, അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ഒരു ശീലം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സ്വന്തമായിട്ട് തുണി അലക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്കുണ്ടായിരുന്നു. കുക്കിംഗ് മാത്രമാണ് നമ്മൾ ജപ്പാനിൽ ചെന്നിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുറച്ച് ഈസി ആയിരുന്നു. കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ തന്നെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര ഈസിയായി. അതായത് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, പുതപ്പൊക്കെ നന്നായിട്ട് മടക്കി വയ്ക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെയും ചെയ്യാറുള്ളതാണ് കേട്ടോ. പക്ഷേ അമ്മ പഠിക്കുന്ന സമയത്തൊക്കെ അമ്മയൊന്നും വീട്ടിലുള്ളപ്പോൾ ഒന്നും ഞാൻ ബെഡ്ഷീറ്റ് മടക്കും അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ വീട്ടിലെല്ലാവരും പോയി കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും ഞാൻ എല്ലാ പണികളും ഇങ്ങനെ ചെയ്തു വയ്ക്കും. അപ്പോഴേക്കും അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എല്ലാം ചെയ്തു വയ്ക്കുന്നത്. അതായത് ഈ ബെഡെല്ലാം മടക്കി, ചില സമയത്തൊരു പണി ചെയ്യാനുള്ളൊരു മൂഡാണ്. അതെനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ. ചില സമയത്ത് എനിക്കിങ്ങനെ കാടും അതും ഇതൊക്കെ കാണുമ്പോഴേക്കും എല്ലാം വെട്ടിത്തെളിച്ചെല്ലാം വൃത്തിയാക്കി ഇടണം, അങ്ങനെയൊക്കെ തോന്നും. അപ്പം ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റിയാണ്. നമുക്കൊരു റൊട്ടീൻ ഉണ്ടായിരിക്കും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കറക്റ്റ് ഒരു നല്ലൊരു ടൈം ടേബിളിൽ പോവില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ആളുകൾ തമ്മിൽ അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആർക്കും ഇല്ല കേട്ടോ. നമ്മൾ തൊട്ടടുത്ത് താമസിക്കുന്ന അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെ ഉള്ളൊരു സംഭവം അത് വളരെ കുറവാണ്. അത് ശരിക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിട്ട് പറയാം. പക്ഷേ എല്ലാത്തിനും 2 വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതിങ്ങനെ പറയാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവർക്കും സുഖമല്ലേ, ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രാധികയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ലൈവൊന്നും ഇടാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ചേട്ടാ ലൈവൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കെല്ലാം തുടങ്ങണം. ഞാൻ തിരിച്ചു പോയി ജോലിക്ക് കയറണം. എനിക്കൊന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഭയങ്കര ഹാപ്പി. എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടിപ്പാഞ്ഞൊക്കെ നടക്കുന്നു. അപ്പം അത് പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ട്. അപ്പം അതെല്ലാം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന അമ്മയ്ക്ക് എന്താണ് ജോലി എന്നാണ്. അമ്മയ്ക്ക് വെറ്റിനറിയിലാണ് കേട്ടോ ജോലി. തെക്കുംഭാഗത്താണ്, അവിടെയാണ് ജോലി. ഇവിടെ മങ്ങാട്ടുകരയിലായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് മാറ്റം കിട്ടി. പിന്നെ ഫർസ് നാടാണോ ജപ്പാനാണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ട്. നാട് തന്നെയാണ് ഇഷ്ടം. പക്ഷേ രണ്ടും എനിക്കിഷ്ടമാണ്. എന്നാലും നമ്മുടെ നാട്, ജനിച്ചു വളർന്ന നാട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ജപ്പാനിൽ ആദ്യം അവിടെ വന്നപ്പോൾ എന്തു തോന്നി? ജപ്പാനിൽ ആദ്യം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അന്യഗ്രഹത്തിലേക്കൊക്കെ പോയ പോലെയൊക്കെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും നീ ഇതിനു മുമ്പ് അന്യഗ്രഹത്തിൽ പോയിട്ടുണ്ടോ? അങ്ങനെയല്ല. അതായത് ആളുകളുടെ ലുക്ക്, ആളുകളുടെ ഒരു മാനറിസംസ്, അതൊന്നും എനിക്കൊന്നും ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് യൂട്യൂബിൽ വീഡിയോസൊന്നും കണ്ടിട്ടില്ല, മലയാളി വ്ളോഗേഴ്സിനൊന്നും കണ്ടിട്ടില്ല. ആകെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിവുണ്ടായിരുന്നത് ജാപ്പനീസിലെ ഒരു ടോയ്ലറ്റിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടാ, ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്, അതിലെങ്ങനെയോ പ്രത്യേക രീതിയിലാണ് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് വീഴുന്നുള്ള സംഭവമൊക്കെ കാണിച്ചിട്ടൊരു ആരോമാർക്ക് കൊടുത്തിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതെനിക്ക് അവൻ അയച്ചു തന്നു. അപ്പോൾ അതും അറിയായിരുന്നു. പിന്നെ ജപ്പാനിലെ ആളുകൾ, ഒരുപാട് വയസ്സുള്ള ആളുകളില്ലേ, തൊലി ചുക്കി ചൊളിഞ്ഞിങ്ങനെ ഇത്ര വയസ്സിലും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വൈറലായിട്ട് അങ്ങനെ പണ്ട് ഫേസ്ബുക്കിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അല്ലാതെ ഒരുപാട് കാര്യങ്ങളോ വിവരങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോഴേക്കും ഭയങ്കര നമ്മൾ ഇന്ദ്രൻ മൂവിയിലൊക്കെ കാണുന്ന ഒരു ലാബ്, ഒരു സംഭവമില്ലേ, വലിയ ലാബ്, അതുപോലെയൊക്കെ എന്തിലോ പെട്ടുപോയൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ആളുകളെയും എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, ഇവരുടെയൊക്കെ ലുക്ക് ഇങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ളത്. പിന്നെ പക്ഷേ അത് ഓക്കെ ആയി. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന മനീഷ മനോജാണ്. ജപ്പാനിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്യുക? ഇപ്പോഴുള്ള ജോലി ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ആണോ എന്ന് വെച്ചിട്ടുണ്ട്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഞാൻ പ്രത്യേകം സ്റ്റാർ ഇങ്ങനെ ഇട്ട് നോട്ട് ചെയ്ത് വെച്ചാണ്. ജപ്പാനിൽ പോയില്ലായിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക്
ഒരു 8ലും 9ലും ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ സെമിനാർ എടുക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഒത്തിരി പിള്ളേർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എടാ നീ സാറാവടാ, എടാ നീ ടീച്ചറാവ്, പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ പ്രായമൊന്നും നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിച്ച് പ്രൊഫഷനൊന്നും തിരഞ്ഞെടുക്കുന്ന പ്രായമല്ലല്ലോ, 8ലും 9ലും ഒക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് +1 +2 ആണ് ഞാൻ അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് മലയാളം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് മലയാളത്തിന് +1 പബ്ലിക് പരീക്ഷയ്ക്ക് 100ൽ 100 ഉണ്ടായിരുന്നു. +2 അത് 99. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതേസമയം നമ്മൾ സയൻസ് വിഷയത്തിനൊക്കെ പാസ്സായി, അത്യാവശ്യം പാസ്സായി എന്നല്ലാതെ ഭയങ്കര മാർക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ അല്ലാത്ത മിഡ് ടൈമിലും അതിലും ഇതൊക്കെ എല്ലാത്തിലും ഫെയിലായിരുന്നു. ഞാൻ പബ്ലിക് പരീക്ഷയ്ക്ക് മാത്രമാണ് ജയിച്ചത് ഈ സയൻസ് വിഷയങ്ങളിൽ. പക്ഷേ എനിക്ക് അതിലൊന്നും എനിക്കൊരു അന്നൊരു സങ്കടമില്ലായിരുന്നു. പക്ഷേ ഈ +2 ഒരു മാർക്ക് പോയാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം 200ൽ 199 കിട്ടിയിട്ടും പക്ഷേ ഒരു മാർക്ക് പോയല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. കാരണം എനിക്ക് മലയാളം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്, അന്നും ഇന്നും സംസാരിക്കാനും. അതുപോലെ മലയാളം എനിക്ക് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ മലയാളം എടുത്ത് പഠിച്ച് അങ്ങനെ കോളേജിലൊക്കെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വേറൊരു രീതിയിലേക്കാണ് പോയത്, സിവിലൊക്കെ എടുത്ത് പഠിച്ച ആ ഒരു ഇതിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തായാലും എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജോലിയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നു, അവരോട് സംസാരിക്കുന്നു, അവരെ കൊണ്ട് സാധനങ്ങൾ എടുപ്പിക്കുന്നു, അവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ, അവരെ പരിചയപ്പെടുന്നു, എല്ലാവരും നല്ല സ്നേഹമായിട്ട് പോകുന്നു. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ, അങ്ങനെയുള്ള ജോലി. അപ്പം എനിക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് നന്നായിട്ട് ഇടപഴകാൻ പറ്റുന്ന ജോലി ആണ് ഭയങ്കര ഇഷ്ടം. യൂട്യൂബ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര, അതുകൊണ്ടാണ് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് എനിക്ക് യൂട്യൂബൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും ഭയങ്കര ആ ഒരു സന്തോഷം എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയാനും ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ വ്ളോഗിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും എയറിലാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഉള്ളൊരു സംഭവം ഉണ്ട്. അപ്പം ആ ചോദ്യത്തിന് ഉത്തരമായി. ഇനി ചോദിച്ചിരിക്കുന്നത്, ചേട്ടൻ ഉണ്ടാക്കുന്ന ഫുഡ് മുഴുവൻ ചേട്ടൻ കഴിച്ച് തീർക്കാറാണോ പതിവ്? ഫേവറേറ്റ് ജാപ്പനീസ് ഫുഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ട്. നല്ല ചോദ്യമാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് പൊതുവേ ഞാൻ കഴിച്ച് തീർക്കാറ് തന്നെയാണ് പതിവ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡിൽ, നമ്മൾ കഴിഞ്ഞ തവണ ക്യോത്തോയിൽ വെച്ചുണ്ടാക്കിയ ഫുഡിൽ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇല്ലായിരുന്നു. അതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും കേട്ടോ, ജാപ്പനീസിനൊക്കെ. പക്ഷേ നമ്മൾ ഒരു ജാപ്പനീസ് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കണ്ടിട്ട് നമ്മൾ ഫുഡൊന്നും ഷെയർ ചെയ്യാറൊന്നുമില്ല. അവർക്ക് ഓക്കെ ആണോ, അവർ ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കാറുള്ളൂ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, അങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും അങ്ങനെ കണ്ടൻ്റ് ആക്കിയിട്ടില്ല കേട്ടോ. അവർ ചിലപ്പം ചിലപ്പോൾ ആ മൊമെൻറ്റ് നഷ്ടപ്പെടും. അതായത് നമ്മൾ ആ ഫുഡ് കൊടുക്കുന്നു, അതിനിടയ്ക്ക് നമ്മൾ ആദ്യമേ കൊണ്ട് ക്യാമറ വയ്ക്കുന്നു, എന്നിട്ട് ഞാൻ തരട്ടെ, അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. നമ്മൾ സ്നേഹത്തോടെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും ഞാൻ അപ്പം തന്നെ ഇന്ന് കൊടുത്ത് തിന്ന് നോക്കുക. അപ്പോൾ അവരുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ അറിയുമ്പോൾ, അല്ലെങ്കിൽ അവർ നല്ലതാണോ ചീത്തയാണോ അത് നമ്മൾ നേരിട്ട് നമ്മൾ കാണുമല്ലേ, അതിലാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല. ഇനി വേണമെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ട്രൈ ചെയ്യിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഇനി പോകുമ്പോൾ നമുക്ക് ഇടാം കേട്ടോ. 5 വർഷത്തിന് ശേഷം ഇവിടെ വന്ന മാറ്റങ്ങൾ. 5 വർഷത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഇവിടെ മുഴുവൻ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് വന്നു. നമ്മുടെ ഫുഡ് കൾച്ചറേ മാറി തുടങ്ങി. ഞാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നു. അതൊരു വലിയൊരു മാറ്റമാണ്. പിന്നെ ആളുകളൊക്കെ ആണെങ്കിലും കൂടുതലും ഒത്തിരി പേര് മാറി. പിന്നെ ഗൂഗിൾ പേ, അതൊരു വലിയൊരു മാറ്റമാണ് കേട്ടോ. ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം വന്നപ്പോഴേക്കും എനിക്ക് ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മയാണ് പേ ചെയ്യുന്നത് അമ്മയുടെ കൂടെ പോകുമ്പോൾ. അപ്പം അമ്മയൊക്കെ പൈസയൊക്കെ കൊടുത്തോണ്ടിരുന്ന ആൾ ഫോണൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ സ്കാൻ ചെയ്തൊക്കെ കൊടുക്കണം കണ്ടപ്പോഴേക്കും ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ആളുകൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. കാരണം ടച്ച് ഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അമ്മയൊക്കെ ആൻഡ്രോയിഡിലേക്ക് മാറുന്നു. ആദ്യ കാലത്തൊന്നും അമ്മ വാട്സപ്പിൽ എന്നെ വീഡിയോ കോളൊന്നും ചെയ്യില്ലായിരുന്നു. ആ വാട്സപ്പ് കോളൊന്നും ഇല്ലായിരുന്നു. ചേച്ചി ഉള്ളപ്പോഴാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് സ്വന്തമായിട്ട് വാട്സപ്പൊക്കെ ആയി. അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ആളുകളും നമ്മുടെ ആ ഒരു ടെക്നോളജി, നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അത് വന്ന് ഇനിയിപ്പം ഒരു 5 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങളായിരിക്കും. അപ്പം അങ്ങനെ റെസ്റ്റോറൻറ്റ്സുകൾ വന്നു, സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി. പുതിയതായിട്ട് നമ്മുടെ ചാഴിയാട്ട് ആ സൈഡിൽ കൂടെയുള്ള റോഡ്, റിവർ സൈഡ് റോഡ്, അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഒത്തിരി ഉണ്ട് പറയാനായിട്ട്. ആളുകളൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി പണ്ടത്തെ ആ ഒരു ഇതൊക്കെ മാറിയെന്ന് തോന്നുന്നു. പണ്ടൊക്കെ കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ പുതിയതായിട്ടുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവരെയൊന്നും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്നും മനസ്സിലാവുന്നില്ല, ആരൊക്കെ എവിടെ താമസിക്കുന്നു. കുറേ പേര് മാറിപ്പോയി. പുതിയതായിട്ട് വന്ന ആളുകളാണെങ്കിൽ ഒരു വീട്ടിലേക്ക് പുതിയതായിട്ട് ആൾക്കാർ താമസിക്കാൻ വരുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ പരിചയപ്പെടും, അങ്ങനെ നമ്മൾ കൂട്ടാം, അങ്ങനെയൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ ആൾക്കാരായിട്ട് തന്നെ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ആരൊക്കെ എവിടേക്കാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് ജപ്പാനിൽ എത്തിയപ്പോഴുള്ള എക്സ്പീരിയൻസ്, മറക്കാൻ പറ്റാത്ത അനുഭവം. ജപ്പാനിൽ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. ശരിക്കും ഒന്ന് പെട്ടുപോവുകയാണ് ചെയ്തത്. ജപ്പാനിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥ 2-3 ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി, നമ്മുടെ ജീവിതം മിക്കവാറും ഇവിടെ തീരും. കാരണം
ജപ്പാനിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ജപ്പാനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ജോലിക്ക് വേണ്ടി പൈസ കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ മനസ്സാകെ തകർന്നു. നമ്മൾ ലോൺ എടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. പിന്നെ ഒറ്റപ്പെടൽ എന്നുള്ള രീതിയിൽ, കാരണം ഒരാൾ ഫേക്കായിട്ട് പോവുകയാണെങ്കിൽ ആ ഫേക്കായിട്ടുള്ള ആളുകളുടെ പുറകെ ഒരു കൂട്ടം ആൾക്കാരങ്ങ് പോകും. നമ്മൾ റിയലായിട്ട് നിൽക്കാനാണ് നമുക്ക് പാട്. അപ്പം അങ്ങനെ ഞാൻ റിയലായിട്ട് സ്റ്റേണായിട്ട് നിൽക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഒറ്റപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാനൊരടവ് പ്രയോഗിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യും. നമുക്കൊന്ന് എക്സ്പീരിയൻസ് നമ്മളെങ്ങനെ പറഞ്ഞു കൊണ്ടുവന്ന് ഇങ്ങനെ പറ്റിച്ചാണെന്നുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നുള്ളൊരു സംഭവമൊക്കെ ഇട്ടു. പറഞ്ഞു, അത് പറഞ്ഞ് അറിയേണ്ടവരൊക്കെ അറിഞ്ഞ് നമ്മളെ ഇവിടെ വെട്ടിലാക്കിയവർ അങ്ങനെ. പക്ഷെ അവർ സഹായിച്ചൊന്നും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ പ്രതീക്ഷകൾ തന്നുകൊണ്ടിരുന്നു, രക്ഷപ്പെടുത്തുന്ന ഒരു നാൾ വരും, ആൾ വന്ന് ജോലിക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഒരിക്കലും സംഭവിച്ചില്ലായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി എങ്ങനെയൊക്കെയോ പോവുകയാണ് ചെയ്തത്. പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഭയങ്കര ഒത്തിരി ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ജപ്പാനിൽ തുടക്കത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ പഴയ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ റെസ്റ്റോറൻറ്റിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് വലിയൊരു എമൗണ്ട് തന്നെയാണ് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2-3 പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലായിടത്തും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കോഗ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ അന്ന് നടന്ന ഒരു സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ പൈസ തട്ടിക്കാൻ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ കഥ പറയാനാണ് ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്കത് ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അധികം ആരോടും പറയാറില്ല. ഇപ്പോൾ ജപ്പാനിൽ നിന്നാണെങ്കിൽ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് എല്ലാവരോടും വീട്ടിൽ എല്ലാവരെയും ഇരുത്തി അവിടെ നടന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ കൂടുതൽ വിഷമമാവുന്നല്ല, പിന്നെ എന്നെ അങ്ങോട്ട് വിടാനായിട്ട് ഇവർക്ക് മടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ കുറേയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ മനസ്സിൽ തന്നെ വെച്ചിരിക്കുന്ന കുറേ കഥകളുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അടുത്ത ചോദ്യം, ജപ്പാനിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ ആദ്യം കഴിച്ച ഫുഡ് എന്തായിരുന്നു? നാട്ടിൽ വന്നപ്പോൾ മാറ്റമായി തോന്നിയത്? നാട്ടിൽ ഒരുപാട് സന്തോഷം തന്ന കാര്യം? അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. ജപ്പാനിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ ആദ്യം കഴിച്ച ഫുഡ് എന്തായിരിക്കും? എൻ്റെ ഫേവറേറ്റ് ഫുഡ് പാവയ്ക്കത്തീയിലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി പാവയ്ക്കത്തീയിൽ കഴിച്ചു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്ന ഫുഡ് വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, ഞാൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയില്ലായിരുന്നു. കാരണം നമ്മളവിടെ വെച്ച് ജപ്പാനിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നാട്ടിൽ വെച്ച് അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പം അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം പാവയ്ക്കത്തീയിലും വലിയൊരു പാത്രമുണ്ട് എനിക്ക് സ്റ്റീലിൻ്റെ, അതിൻ്റെ അകത്തേക്ക് ചോറൊക്കെ ഇട്ട് നല്ലോണം കുഴച്ച് നല്ലോണം അതുമായിട്ട് ഇച്ച് വൃത്തിയാക്കി അത് ഫുള്ളും കഴിച്ചു. അത് പറയുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ആദ്യം കഴിച്ച ഫുഡ്. വരുന്ന വഴിക്ക് മസാല ദോശ കഴിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചത് അതായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ മാറ്റം ആയി തോന്നിയത് അത് ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ വന്നപ്പോൾ ഉള്ള കാര്യം. പിന്നെ നാട്ടിൽ ഒരുപാട് സന്തോഷം തന്ന കാര്യം. നാട്ടിൽ ഒരുപാട് സന്തോഷം തന്നായിരുന്നു പറഞ്ഞപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ എയർപോർട്ടിൽ വെച്ച്, ശ്രീലങ്കയിൽ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞു സബ്സ്ക്രൈബേഴ്സ്. നാട്ടിൽ വന്നപ്പോഴാണെങ്കിലും ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണെങ്കിലും നമ്മളറിയുന്ന കുറേ പേര്, നമ്മുടെ ചെറുപ്പത്തിലേ പോയി നമ്മൾ കാണുന്ന ചേട്ടന്മാർ, ചേച്ചിമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം. ഈ ഇടയായിട്ടാണ് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉത്സവ സീസണൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ ഒരു ആൾക്കൂട്ടത്തിലേക്കോ അല്ല കല്യാണത്തിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എന്തോരം ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ വന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അല്ലാത്ത ആൾക്കാർ പറയുമ്പോൾ സന്തോഷമുണ്ട്. എന്നാലും നമ്മളെ വർഷങ്ങളായിട്ട് നമ്മളെ 6, 7, 8 വയസ്സുള്ള സമയത്ത് കാണുന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം അതായിരുന്നു സന്തോഷമുള്ള കാര്യം. പിന്നെ സ്കൂളിൽ പോയത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ പോളിടെക്നിക്ക് ഞാൻ പഠിച്ച കോളേജിൽ ഗസ്റ്റായിട്ട് പോയത് നമ്മുടെ ക്രിസ്മസിൻ്റെ പരിപാടിക്ക്. അപ്പം അമ്മ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചു, അമ്മ കരയുകയൊക്കെ ചെയ്തു, ഞാനും പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രസംഗത്തിൻ്റെ ഞാൻ വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം കേട്ടോ, സൈഡിൽ ഞാൻ കാണിക്കാം. ഞാനന്ന് വീഡിയോ ആയിട്ടൊന്നും ഷെയർ ചെയ്തില്ലായിരുന്നു കേട്ടോ. അമ്മ ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ കരഞ്ഞു, അമ്മയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കയറി സപ്പോർട്ട് ചെയ്ത് ഹലോ എന്നൊക്കെ എന്ന വിശേഷം എന്നൊക്കെ ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അതൊന്നും എനിക്ക് യൂട്യൂബിലിട്ട് അങ്ങനെ ഒരു കണ്ടൻ്റ് ആക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ഇപ്പോഴും ഫോണിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കാണും ഞാൻ എടുത്ത് ആ ഒരു നിമിഷമൊക്കെ. പിന്നെ സെലിൻ എന്ന് പറയുന്ന ടീച്ചർ ഞങ്ങളുടെ, അപ്പോൾ സെലിൻ ടീച്ചറൊക്കെ എനിക്ക് എൻ്റെ അമ്മയെ പോലെ കാണുന്ന ഒരു ടീച്ചറാണ് കേട്ടോ. അപ്പം പഠിപ്പിച്ച ടീച്ചർമാർ, സ്കൂളിലൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. സ്കൂളിലും കോളേജിലും പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അവരൊക്കെ എനിക്കെങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അത് ആനിത ടീച്ചർ, അങ്ങനെ ഒത്തിരി ടീച്ചർമാരുണ്ട് കേട്ടോ. എല്ലാവരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. +1, +2
അതുപോലെ ഹൈസ്കൂളിലൊക്കെ ആണെങ്കിലും പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരും സാർമാരും ഒക്കെ ഭയങ്കര സപ്പോർട്ടുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും. നമ്മൾ ഒത്തിരി വർഷം സ്കൂളിൽ പഠിച്ചുകൊണ്ടേ 5 മുതൽ +2 വരെ ഒരേ സ്കൂളിൽ പഠിച്ചുകൊണ്ട് അവരെയൊക്കെ കണ്ട് അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജപ്പാനിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ ആദ്യം അത് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ഏറ്റവും ഇഷ്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പാവയ്ക്ക തീയലും റേഷനരിയുടെ ചോറുമാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ കടച്ചക്ക കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ വിട്ടുപോയായിരുന്നു കേട്ടോ. ചേട്ടൻ ഉണ്ടാക്കുന്ന ഫുഡ് മുഴുവൻ കഴിച്ചോന്ന് ചോദിച്ചില്ല. അതിൻ്റെ കൂടെ ഫേവറേറ്റ് ജാപ്പനീസ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ജാപ്പനീസ് ഫുഡ് സുത്താമേഷി എന്ന് പറയും കേട്ടോ. പോർക്കിൻ്റെ റിബില്ലേ, അത് സ്ലൈസ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്ത് നമ്മുടെ റൈസ് ബൗളിൻ്റെ മുകളിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു പച്ചമുട്ടയും പൊട്ടിച്ചിടും. അതിൻ്റെ റെസിപ്പി ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. ഞാൻ ഇവിടെ വന്നിട്ടും അത് മിസ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇടയ്ക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. പൊതുവേ ജപ്പാനിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഫുഡ് കഴിക്കാനല്ലേ തോന്നണേ. ഇപ്പോൾ ഇവിടെ കുറേ നാൾ നിന്നപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അതൊന്ന് കഴിക്കാൻ പറ്റുവാണെങ്കിൽ തോന്നി. എന്തായാലും ഇവിടെ ഉണ്ടാക്കി അത് സെറ്റാവുമെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ട ഫുഡ് പറഞ്ഞു. വീഡിയോയിൽ കാണുന്ന പോലെ ജീവിതത്തിൽ ഇത്രയും കാം ആൻഡ് ക്വയറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാം ആൻഡ് ക്വയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് കൂടുതലൊരു ഇതെടുക്കുന്നല്ലാതെ ഇതൊക്കെ തന്നെ ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ഭയങ്കര വലിയ സുഹൃത്ത് വലയങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ഉള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എനിക്കുള്ളത്. പുതിയതായിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് പറയാൻ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും അധികം സുഹൃത്തുക്കളില്ല കേട്ടോ. നമുക്ക് വളരെ കുറച്ച്. അതുപോലെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ടാണ് എനിക്ക് കൂടുതൽ ഒരു കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ കാം ആൻഡ് ക്വയറ്റ് ആണോ എന്ന് ചോദിച്ചാൽ കാം ആൻഡ് ക്വയറ്റ് ആണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് പോകുമ്പോൾ. അതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് നാട്ടിൽ വന്നിട്ട് ചില കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ പോയില്ലെങ്കിൽ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ ഞാനങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളല്ല കേട്ടോ. എന്നാൽ നല്ലത് പറയാൻ മടിയൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ ഇന്നേ വരെ നാട്ടുകാരോടോ അങ്ങനെയൊന്നും ഒരു വഴക്കോ പ്രശ്നമൊന്നും ഇന്നേ വരെ ഈ 30-32 വർഷത്തിനിടയ്ക്ക് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയോ മുഖർപ്പിച്ച് ആരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളെ ഇകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിയ ചോദിച്ചിട്ടുണ്ട്, ജപ്പാനിൽ വന്നാൽ ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിയ, ജപ്പാനിൽ വന്നാൽ ജോലി കിട്ടില്ല. ജപ്പാനിൽ വരേണ്ട പോലെ വന്നാൽ മാത്രമാണ് ജോലി കിട്ടുള്ളൂ. നമ്മൾ ഇപ്പോൾ വിസിറ്റിംഗ് വിസയിലൊക്കെ വന്നിട്ട് ഒത്തിരി പേരെ പറ്റിച്ച് ജോലി ഇല്ലാണ്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ജപ്പാനിൽ വന്നതാണല്ലോ അവരും, പക്ഷെ അവർക്ക് ജോലി ഇല്ലല്ലോ. അപ്പോൾ ജപ്പാനിൽ വന്നാൽ ജോലിയാവില്ല. ജപ്പാനിൽ വരേണ്ട രീതിയിൽ വന്നാൽ ജോലിയാവും, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. സൗമ്യാജി നായർ, ആ ചേച്ചിയുടെ കമൻ്റ് ഒന്നും ഇപ്പോൾ കാണാറില്ല കേട്ടോ. എവിടെയാണോ ഒരു പാവത്താൻ ലുക്കാണ് അഖിലിന്, ശരിക്കും പാവമാണോ? ചേച്ചിയും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാവത്താൻ ലുക്കെന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ എൻ്റെ നേച്ചർ ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ വരും. നമ്മളെ മുതലെടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പോൾ യൂട്യൂബിൽ വന്നേ പിന്നെ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് വ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് കൂട്ടുകൂടി വരുന്നവരല്ല അങ്ങനത്തെ മെസ്സേജുകളൊക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പഠിച്ച് ഞാനൊരു ഇതിലേക്ക് വരുന്നേ ഉള്ളൂ. നമ്മൾ ജെന്യൂനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ ഞാൻ എങ്ങനെയാണോ അങ്ങനെ കാണിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പം കുക്കിംഗ് ആണെങ്കിൽ തന്നെ അമ്മേനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അതിന് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യണതിന് എനിക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെ ഞാൻ ചെയ്യാറുമില്ല കേട്ടോ. ഞാൻ തന്നെ കുക്ക് ചെയ്ത് എനിക്കത് കാണിക്കണം. നമ്മുടെ ഹാർഡ് വർക്ക് ആയിരിക്കണം അതിൻ്റെ അകത്ത്, നമ്മുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പാവത്താൻ ലുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാറുണ്ട്. ചെറുപ്പം മുതലേ പലരും പാവത്താൻ ലുക്ക് പാവമാണെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മുതലെടുക്കും ആൾക്കാർ. ഒരു റഫ് ലുക്കൊക്കെ വരുത്താൻ ശ്രമിക്കാറുണ്ട്. ജപ്പാൻ വന്നാൽ ജോലി കിട്ടും. ഇനി അടുത്ത ചോദ്യം, ബ്രോ ഇനി ജപ്പാനിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്, നമ്മൾ അതിൻ്റെ പരിപാടികളൊക്കെ നടത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാൻഡ്ര സന്തോഷ്, അച്ഛൻ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ട്. അച്ഛൻ കൊറോണ കഴിഞ്ഞ് ആ ഒരു ടൈമിൽ അച്ഛൻ നമ്മളെ വിട്ടു പോയിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആയിരുന്നു. അപ്പോൾ വൈകിട്ട് ഞാൻ കോൾ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു രാത്രി. വൈകിട്ട് അത് കഴിഞ്ഞിട്ട് രാത്രിയാണ് അറ്റാക്ക്. അപ്പോൾ നമുക്ക് കൊറോണ ടൈം ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാനും പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ബലിയിടാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ എല്ലാവരും കൂടി ബലിയിടാനായിട്ട് പോയി. അങ്ങനെ അപ്പം അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. ബ്ലാക്കി ഗേൾ, ഇഷ്ടമുള്ള യൂട്യൂബർ ആരാണ്? ഇഷ്ടമുള്ള യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധികം എല്ലാവരുടെയും വീഡിയോസൊന്നും കാണാറൊന്നുമില്ല. എന്നാലും നമ്മുടെ അർച്ചന ദേവിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. നമ്മുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. അതുൽ സുരേഷ്, ഇനി തിരിച്ചു പോകണില്ലേ എന്ന് വെച്ചിട്ടുണ്ട്. പോകുന്നുണ്ട് കേട്ടോ, ഇനി തിരിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു താമസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനി ഗീതു പ്രകാശ്, 3 പേരാണ്. യുവർ വൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മാരീഡ് അല്ല. MHD സിനാൻ, ജാപ്പനീസ് പീപ്പിൾ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ജാപ്പനീസ് പീപ്പിൾ അത്യാവശ്യം നല്ല ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. അതായത്
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പോൾ ഒരു രൂപ തരാനുണ്ടെങ്കിൽ അപ്പം തന്നെ തന്നു തീർക്കും. അതുപോലെ അവർക്ക് കിട്ടാനുണ്ടെങ്കിൽ അവർ മേടിച്ചെടുക്കും. അങ്ങനെ ഒന്നിനും ഒരു നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടി പോകണം, നമ്മളിപ്പോൾ ബില്ല് കൊടുക്കുന്നതൊക്കെ ഒരുമിച്ചായിരിക്കും, അങ്ങനെയല്ല. പക്ഷേ ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതെല്ലാം ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഭാഗമാണ്. എന്താ പറയുക, സ്വന്തമായിട്ട് ജീവിക്കുക, സ്വന്തമായിട്ട് ഏൺ ചെയ്യുക, സ്വന്തമായിട്ട് സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ഫാമിലീസായിട്ട് ജീവിക്കുന്നതാണെങ്കിലും വളരെ കുറവാണ്. അപ്പം നമ്മളോടും ഫോറിനേഴ്സിനോടും നല്ല ആറ്റിറ്റ്യൂഡാണ്. നല്ല ആറ്റിറ്റ്യൂഡ് അല്ലാത്ത ജാപ്പനീസും ഉണ്ട്. എന്നെയൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. ഇന്ത്യക്കാരാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര തലയാണെന്നൊക്കെ പറയും. IT ഫീൽഡിൽ കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഭയങ്കര തലയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ കുറേ പേര് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നോർത്ത് ഇന്ത്യ മാത്രമാണ് ഇന്ത്യ എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുന്ന എല്ലാവരെയും ഞാൻ സൗത്ത് ഇന്ത്യ, കേരളം ഇതെല്ലാം പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കും. അപ്പം ഞാൻ പറയുന്നത് തന്നെ ഞാൻ സൗത്ത് ഇന്ത്യ എന്നാണ്, അല്ലെങ്കിൽ കേരള എന്ന് പറയും. അപ്പോൾ കേരള എന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അവർ ചോദിക്കും കേരളയോ, അപ്പോൾ ഞാൻ പറയും കേരള ഇന്ത്യയുടെ സൗത്താണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. യൂസർ 5 വർഷം ജപ്പാനിൽ ഉണ്ടായിട്ടുള്ള സമയത്ത് യൂട്യൂബിൽ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയിൽ ആരോടും തുറന്നു പറയാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? 5 വർഷത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജോലി അന്വേഷിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ജോലി സ്ഥലത്ത് നമ്മളെ ശമ്പളം തരാതിരുന്നിട്ടുള്ള കാര്യങ്ങൾ, ജോലി സമയത്ത് കിട്ടിയവരെ നമുക്ക് ഫിസിക്കൽ അസോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറയാം. 2019 അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചൈനക്കാരി എൻ്റെ കൈക്കിട്ട് ഇങ്ങനെ അടിച്ചു. അതായത് ഞാനിങ്ങനെ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓസിട്ട് ഇങ്ങനെ വലിയ മെഷീൻ, റീസൈക്ലിങ്ങിൻ്റെ മെഷീൻ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ ജാപ്പനീസ് പറയും. എനിക്ക് ആ സമയത്തൊന്നും ജാപ്പനീസ് അറിയത്തില്ല. അപ്പം കൊക്കോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ സൈഡൊക്കെ കാണിച്ചു തരിക. അപ്പോഴേക്കും ഞാൻ അടിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് എന്നെ ഇങ്ങനെ തള്ളിയിട്ട് അവിടെ ഇങ്ങനത്തെ രീതിയിൽ കാണിച്ചു തന്നു. അപ്പോഴേക്കും പക്ഷേ ഞാനത് ഈ പുള്ളിക്ക് അങ്ങനെ ഒരു തമാശ അങ്ങനെ മൈൻഡ് ചെയ്തില്ല കേട്ടോ. എനിക്ക് നമ്മളിങ്ങനെ തോണ്ടി കാണിച്ചിട്ടില്ല, പക്ഷേ അടിക്കുകയാണ് ചെയ്തത്. പക്ഷേ എൻ്റെ മനസ്സിലത് അസോൾട്ടൊന്നും ആയിട്ടോ അല്ലെങ്കിൽ ഒരു അടിച്ചായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ കൂടെ നിന്നൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ ഇത് കണ്ടിട്ട് പിറ്റേ ദിവസം ഇതെന്തോ ഒരു കോൺട്രവേഴ്സി പോലെയായി അവിടെ. ആ ചേട്ടൻ എന്തോ ഇവരുമായിട്ട് ചൂടായി ജോലി ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്കും ഇതിന് കാരണമായിട്ട് പറഞ്ഞത് അഖിലിനെ ഈ പുള്ളിക്കാരി തല്ലി. അപ്പോൾ ഈ പുള്ളിക്കാരൻ ചോദിച്ചു. പക്ഷേ ആ പുള്ളിക്കാരൻ അപ്പം ചോദിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ അതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്ക് അറിയത്തുമില്ല. പക്ഷെ അങ്ങനെ ഒരു അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം അടിപിടിയോ ഒന്നും നടന്നിട്ടുമില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബ്രോയ്ക്ക് ജാപ്പനീസ് അറിയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത്യാവശ്യം പിടിച്ചു വെക്കാനുള്ള അറിയാം കേട്ടോ. പിന്നെ നമ്മൾ ഈ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പോഡ്കാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിലുള്ള വ്ളോഗൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ രസകരമായിട്ടുള്ള ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. നമുക്കൊരു നല്ല സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം സൗണ്ടിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയി. ജപ്പാനിലെ ട്രക്ക് ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? സാധ്യതകൾ 2 വാക്ക് ഇവിടെ പറഞ്ഞില്ലെങ്കിലും ഒരു വീഡിയോ പോലെ ചെയ്താലും മതി. ട്രക്ക് ഡ്രൈവിങ് നല്ല സാധ്യതയുള്ളതാണ് കേട്ടോ. ജപ്പാനിൽ നല്ല സാലറി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ലൈസൻസ് വേണമായിരിക്കും കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഐഡിയാസ് ഇല്ല. ഞാൻ നോക്കട്ടെ. ഞാൻ ട്രക്ക് എൻ്റെ സാച്ചോ, അതായത് ലീഡറൊക്കെ ട്രക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അവരോട് ചോദിച്ചിട്ട് ഇനി പോകുന്ന സമയത്ത് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ, ഞാൻ പറയാം. പിന്നെ 5 വർഷം ജപ്പാനിൽ നിന്നിട്ട് എത്ര മാസം ലീവ് കിട്ടി? പിന്നെ വീട്ടിൽ കല്യാണം ഒന്നും ആലോചിക്കുന്നില്ലേ എന്ന് വെച്ചിട്ടുണ്ട്. 5 വർഷം നിന്നിട്ട് ലീവായിട്ട് വന്നല്ല കേട്ടോ ഞാൻ. എൻ്റെ വിസയിലുള്ള ഇതിൽ തന്നെയാണ് ഞാൻ വന്നത്. കുറച്ച് നാളിവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വിസ തീരുമ്പോൾ നമ്മൾ അടുത്ത വിസ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കങ്ങനെ ഇത്ര മാസങ്ങളോളൊന്നും ജപ്പാനിലൊരു ജോലി നമുക്ക് ലീവ് കിട്ടത്തില്ല. ചിലർ വിചാരിക്കും ചേട്ടൻ കുറേ നാൾ നിന്നുകൊണ്ട് ഇത്ര മാസം നിന്നു. അങ്ങനെയല്ല കേട്ടോ. എൻ്റേതായിട്ടുള്ള സ്വന്തം ഒരു ഇതിൽ ഞാൻ വന്നതാണ്. പിന്നെ കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം ആലോചിക്കുന്നുണ്ട് കേട്ടോ. കല്യാണം ഒന്നും സെറ്റായിട്ടൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിലെ ഒരു സബ്സ്ക്രൈബറിനായിരിക്കും കല്യാണം കഴിക്കുന്നതെന്ന്. കാരണം വീഡിയോസൊക്കെ കണ്ട് എന്നെ ഒരു പരിചയമുണ്ടല്ലോ, പിന്നെ എനിക്ക് പരിചയപ്പെട്ടാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബിലെ ഒരു സബ്സ്ക്രൈബറിനെ കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നോക്കാം നമുക്ക് നടക്കില്ല എന്നുള്ളത്. നടക്കുവാണെങ്കിൽ സെറ്റായിരിക്കും, അടിപൊളിയായിരിക്കും. അടുത്ത ചോദ്യം, ജപ്പാനിൽ കേരളത്തിലുള്ള പോലെയാണോ ഭരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ. നമുക്ക് പൊളിറ്റിക്സിനെ പറ്റി വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കുമല്ല തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന കാണാം. അതല്ലാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ഒരു പ്രചാരണ പരസ്യമൊന്നും നമ്മൾ കാണാറില്ല. ജസ്റ്റ് പോസ്റ്ററുകൾ മാത്രം കാണും. പിന്നെ അടുത്ത ചോദ്യം, മാരേജ് നോക്കുന്നില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. കല്യാണം നോക്കുന്നുണ്ട്. കല്യാണം വന്നാൽ നടത്തും. നിർത്തിപ്പോകുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിർത്തിപ്പോകുന്നതല്ല കേട്ടോ. നമുക്ക് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം. നിർത്തിപ്പോകുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ എനിക്ക് തിരിച്ചു പോകണം നല്ല ആഗ്രഹമുണ്ട്. സുൽത്താൻ, കല്യാണം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
കല്യാണം കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ലവറുണ്ടോ, ഉടനെ എങ്ങാനും കല്യാണം കാണുമോ എന്നാണ് ജപ്പാനിൽ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നിലവിൽ ലവറൊന്നുമില്ല. കല്യാണം ഉടനെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരാളെ കണ്ടിഷ്ടപ്പെട്ട് അയാളൊന്ന് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിച്ചാൽ മതി. എന്നെ മനസ്സിലാക്കണം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ അതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്നാണ് ജപ്പാനിൽ പോകുന്നത്? ജപ്പാനിൽ പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കാം, അടുത്ത മാസമായിരിക്കും, അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ജനുവരി പോകും, ഫെബ്രുവരി പോകും എന്ന് പറയുന്നുണ്ട്, അല്ലാതെ നമുക്ക് കൺഫേം ആയിട്ടുള്ളൊരു ഇത് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിവ്യ മംഗലത്ത് വിവാഹം എന്ന് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക്. വിവാഹം നോക്കുന്നുണ്ട്. അർച്ചന പിള്ളൈ, ജപ്പാനിലെ നല്ല കാര്യങ്ങൾ മാത്രമേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളൂ, അവിടെ വെച്ചുണ്ടായ എന്തെങ്കിലും മോശമായ അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കിയ അനുഭവം എന്ന് ചോദിച്ചിട്ടുണ്ട്. ജപ്പാനിലെ നല്ല കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ജപ്പാനിൽ വെച്ച് ഒരാൾ പറ്റിച്ച് എൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ച് ഞാൻ പാസ്പോർട്ട് ഇല്ലാതെ അലഞ്ഞിരുന്ന് നടന്ന് ജോലി ഇല്ലാതെ പിന്നെ റൂം വെക്കേറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു, പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ അയാളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങൾ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ്. അതിനൊരു 7 ലക്ഷം വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോകയിലെ സംഭവം പൈസ പറ്റിച്ച് വെച്ചില്ലേ, അത് സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ എല്ലാ സംഭവങ്ങളും ജപ്പാനിലെ മലയാളീസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ മോശമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞത് അതും ജപ്പാനിൽ വെച്ചുണ്ടായതാണല്ലോ. അപ്പം അങ്ങനത്തെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ജപ്പാനിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്ക് നേരിട്ട കുറേ സംഭവങ്ങൾ, അത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോയ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് പോയ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരാൾ പേപ്പർ കീറി വലിച്ച് മുഖത്തെറിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും മോശമായ അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കിയ അനുഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മളവിടെ യൂസ് ചെയ്യുക ആളുകൾ, നമ്മളെ പറ്റിക്കുക, തട്ടിപ്പ്, വിസ തട്ടിപ്പ്, ജോലി തട്ടിപ്പ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ എപ്പോഴും വിഷമമാണ്. എനിക്കെപ്പോഴും എല്ലാ ദിവസവും ഇന്നും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരം വരുന്ന മെസ്സേജുകളാണിത്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇറങ്ങുകയാണ്, അതിൻ്റെ കൂടെ നിങ്ങളും അല്ലെങ്കിൽ ഇത്ര ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഇതിനെതിരെയായിട്ടൊരു പ്രചാരണം തന്നെ നടത്തിയാൽ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിക്കണം. അല്ലാതെ ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒത്തിരി ലൈവിലും ഇതിലും പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ആയിട്ട് വിസ തട്ടിപ്പിനെതിരെ സെമിനാർ ഇവിടെ നടത്തിയപ്പം അതിൻ്റെയൊക്കെ ബ്രൗഷറൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടണ്ടേ, എന്നാലല്ലേ ആളുകൾ തിരിച്ചറിയുള്ളൂ. ജപ്പാനിൽ കേൾക്കുമ്പോൾ തന്നെ ആദ്യമേ ആളുകൾ ചാടി പുറപ്പെട്ട് കാശ് കൊടുക്കാൻ പോകുമ്പം നമുക്കതിനെ അങ്ങനെ അങ്ങ് തടയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനാണെങ്കിലും ഒന്നും അറിയാതെയാണ് അവിടെ ചെന്ന് പെട്ടുപോയത്. അപ്പോൾ എനിക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ പരിമിതികളുണ്ട്. പിന്നെ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങൾ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും എനിക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണ്. ചേച്ചിയുടെ ഹസ് എവിടെ? അച്ഛൻ എന്തു പറ്റി? ലൈഫിലെ ഏറ്റവും നല്ല നിമിഷം, ലൈഫിലെ ഏറ്റവും മോശമായ നിമിഷം? റംസിയ നസീമാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചിയുടെ ഹസ് വെളിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്തവണ വന്നപ്പോൾ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അച്ഛൻ എന്തു പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ മരിച്ചുപോയി കൊറോണ ടൈമിൽ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു. ലൈഫിലെ ഏറ്റവും നല്ല നിമിഷം എന്ന് പറഞ്ഞാൽ അച്ഛനുള്ള സമയമാണ് കേട്ടോ. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും അനിയനും ചേച്ചിയുടെ ഫാമിലിയും എല്ലാവരും ഉള്ള സമയമായിരുന്നു ഏറ്റവും നല്ല സമയം. ഇനി അതിൽ നല്ലൊരു സമയം ഒരിക്കലും വരുമോ ഇല്ല. എന്തായാലും നല്ല സമയങ്ങൾ വരും, അതുപോലൊരു സമയമല്ല എന്നാണ് പറഞ്ഞത്. ലൈഫിലെ ഏറ്റവും മോശമായ സമയം അച്ഛൻ്റെ വേർപാട് തന്നെയായിരുന്നു. അതിപ്പോഴും അത് ശരിക്കും ആ മുറിവ് ഉണങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഉത്സവം വരുമ്പോഴൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കും. അങ്ങനെ ചേട്ടൻ്റെ നെയിം പറയുമെന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ നെയിം അറിയത്തില്ല അല്ലേ? ഓക്സ്ഫോർഡ്. ഈ അക്കൗണ്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ പേര് അഖിൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവർ ഷോർട്സ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ മല്ലു ജപ്പാൻ ഡയറീസ് എന്നുള്ള ഹാൻഡിലായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അഖിൽ എന്നാണ് എൻ്റെ പേര്. ജസ്ന കല്യാണം നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കല്യാണം നോക്കുന്നുണ്ട്. സുജി പി സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കണം. ദീപിക വലിയൊരു ചോദ്യമാണ് കേട്ടോ. ഹായ് ചേട്ടാ, സുഖമാണോ? സുഖമാണ്. നാട്ടിലെത്തിയില്ലോ? ഇനി മാരേജ് ആണോ അടുത്ത പരിപാടി? മാരേജ് കല്യാണം വന്നാൽ നോക്കുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. എന്തായാലും സെറ്റ് ആവട്ടെ. ചേട്ടാ ഫാമിലി ആയിട്ട് ടൂർ പ്ലാൻ ചെയ്യൂ. കുറച്ച് ടൂറുകൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും ഹാപ്പി ആയിട്ട് നാട്ടിൽ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാട് പാലക്കാടാണ്. അപ്പോൾ ചേട്ടൻ എങ്ങാനും വരുവാണെങ്കിൽ ഓൾവേസ് വെൽക്കം ടു മൈ ഹോം ആൻഡ് ഐ ലവ് യു മൈ എൻ്റെ സ്വന്തം ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം താങ്ക് യു ദീപിക. നാട്ടിൽ എനിക്ക് പാലക്കാട് നെന്മാറ വെടിക്കെട്ട് കാണാൻ വന്നെന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇന്നിവിടെ പരിപാടിയുണ്ട്. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ നെന്മാറ വെടിക്കെട്ട്. പക്ഷേ ഇന്നിവിടെ ഞങ്ങൾക്ക് തൂക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ യൂട്യൂബ് ഫാമിലിയാണ്. അപ്പം പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാലക്കാട് വരുവാണെങ്കിൽ കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കാണാം. പിന്നെ പ്രേമലത
രാമൻ വെൻ ഈസ് യുവർ മാരേജ് എന്ന് വെച്ചിട്ടുണ്ട്. കല്യാണം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് പറ്റിയ ഒരാളെ കിട്ടണ്ടേ. സഹൽ മുഹമ്മദ് കല്യാണം ഒന്നും ആയില്ലേ കൊച്ചനെ എന്ന് വെച്ചിട്ടുണ്ട്. ഒന്നും ആയില്ല ഏട്ടാ, കല്യാണം നോക്കുന്നുണ്ട്. റിച്ചു ചേട്ടൻ അച്ഛനില്ലേ എന്ന് വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു കേട്ടോ. വൈഷ്ണവി സാജു ജപ്പാനിലെ ഒരു കാര്യം നമ്മുടെ നാട്ടിലും വേണമെന്ന് തോന്നിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഒക്കെ ഒരു സേഫ്റ്റി ഇല്ലേ, ജപ്പാനിൽ മെട്രോ ട്രെയിനാണല്ലോ ഫുള്ളും, അത് തോന്നിയിട്ടുണ്ട്. ട്രെയിനിലൊക്കെ ഇങ്ങനെ ആളുകൾ തൂങ്ങിപ്പോകുന്ന അങ്ങനെ ഇങ്ങനെ ട്രെയിൻ അപകടങ്ങൾ അതൊക്കെ. പിന്നെ മൊത്തത്തിൽ ട്രാഫിക് പറയുകയാണെങ്കിൽ അവിടുത്തെ സിസ്റ്റം നല്ലതാണ്. എനിക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെറും തോന്നലുകളാണ്. അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് പോകണം, അത് മനസ്സിലായി. അപ്പം എന്തായാലും നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ജപ്പാനിലെ ഒരു കാര്യം അത് പറഞ്ഞു. വിവാഹം ഉടനെ ഉണ്ടാകുമോ ഒന്നും അറിയത്തില്ല കേട്ടോ. നമുക്ക് പറ്റിയ ഒരാൾ ആദ്യം വരണം, എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റണം. നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും സന്തോഷം. കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് അതുപോലെ കാണുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. വീഡിയോയിലുള്ള പോലെയൊക്കെ തന്നെയാണ് ഞാൻ, അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏജ് കഴിഞ്ഞ മാസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, മാർച്ചിൽ. 32 വയസ്സായി. ഷഹനാസ് അഖിലിന് ഒരുപാട് ഇഷ്ടമാണ്, വീഡിയോസൊക്കെ കാണാറുണ്ട്. എൻ്റെ മെസ്സേജ് വായിക്കാതെ പോകല്ലേ, ഒരു ഹായ് തന്ന് അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞിട്ടുണ്ട്. തമാശക്കാരിയാണല്ലേ. ഷഹനാസ് ഹായ്, താങ്ക് യു. വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്. വീഡിയോസ് ഇനിയും കാണണം. ഇതിൽ കമൻറ്റ് ഇടുന്ന കുറേ പേരെ ഞാനിപ്പോൾ കാണാറില്ല കേട്ടോ. നിങ്ങളൊക്കെ വേറെ ചാനലിലേക്ക് ചെക്ക് ചെയ്ത് നമ്മൾ വീഡിയോസ് കുറച്ചുകൊണ്ട് എനിക്കറിയത്തില്ല. പിന്നെ കാർവേൾഡ് 5 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ഈ നാട് വിട്ടു പോകാൻ തോന്നിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് കോമഡി ആയിട്ട്. അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഞാൻ വന്നപ്പോഴേക്കും എൻ്റെ ഒരു 5 വർഷം കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ ആ ഒരു സർക്കിളും വളരെ ചെറുതായിട്ടോ. കാരണം ഫ്രണ്ട്സൊക്കെ എല്ലാവരും ജോലിക്ക് പോകുക. അപ്പം മെയിനായിട്ട് എനിക്കുണ്ടായിരുന്ന ഫ്രണ്ട്സിനൊക്കെ ഞാൻ മെസ്സേജ് അയച്ചാണ് ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലർ അതിൽ വർഷങ്ങളായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഞാൻ വന്നു കേട്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. പോകാൻ നേരത്തെ ഇതുപോലെ മെയിനായിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരൊന്നും എല്ലാവരും അടുത്തൊന്നും കാണാനൊന്നും അങ്ങനെയൊന്നും മിണ്ടാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഞാനും എൻ്റെ വീഡിയോസും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് നമ്മൾ തിരക്കിലായിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടായിരുന്നു. പിന്നെ അടുത്ത ചോദ്യം, അർച്ചനയുമായി ഒരു വീഡിയോ ചെയ്യൂ, നിങ്ങൾ എല്ലാവരുമായി ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, അർച്ചനേനെ കാണാൻ പോകാൻ പറ്റിയില്ല. കല്യാണത്തിനാണെങ്കിലും എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഭയങ്കര ഒരു സങ്കടമായിരുന്നു അത്. എന്തായാലും എപ്പോഴെങ്കിലും അവളെ കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു വീഡിയോ ചെയ്യാം. അർച്ചനയുടെ ഒരു വലിയ ഫാനാണ് ഞാനും. ഹരീഷ്മ ചേട്ടൻ ജപ്പാനിൽ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെ ചേട്ടൻ്റെ ലൈഫും പേഴ്സണാലിറ്റിയിലും ഉണ്ടായ പോസിറ്റീവ് ചേഞ്ച് എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു റുട്ടീൻ ഉണ്ടായിരുന്നു. അത് ജപ്പാനിൽ താമസിച്ചുകൊണ്ട് മാത്രമല്ല, ജപ്പാനിൽ താമസിച്ചപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നു. പിന്നെ നമുക്ക് യൂട്യൂബും കൂടി വന്നല്ലോ. അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോരോ ടൈം മാറ്റി വയ്ക്കണം. അപ്പോൾ രാവിലെ ഇന്ന സമയത്ത് എഴുന്നേറ്റാൽ ഇന്ന സമയം കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തീർത്ത് വെച്ചിട്ട് നമ്മൾ സൈക്കിൾ എടുത്ത് ഇറങ്ങുക. ചിലപ്പോൾ അന്ന് ടൈഫൂൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടെങ്കിൽ നമ്മൾ അതിലും കുറച്ച് നേരത്തെ ഇറങ്ങണം. അപ്പോൾ നമ്മളെല്ലാം തലേദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കണം. ഇന്ന സമയത്ത് ഇറങ്ങി ഇന്ന സമയത്ത് എത്തുന്നു, ഇന്ന സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നെ വീഡിയോസ് എടുക്കാനുണ്ടാകും, കമ്പനിയിൽ നിന്ന് അത് എഡിറ്റ് ചെയ്യാനുണ്ടാകും. ചിലപ്പോൾ QK ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കുമായിരിക്കും, ബ്രേക്ക് ടൈമിൽ വീഡിയോ എടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും നമ്മളൊരു കറക്റ്റ് ടൈമിങ് വെച്ചാൽ നമുക്ക് ഡെയിലി വീഡിയോസ് ഇട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോയതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു ഹൈപ്പ് ആ സമയത്ത് കിട്ടിയത്. അപ്പം അതൊരു ശരിക്കും പറഞ്ഞ ചുമ്മാ ഇരിക്കുന്നതിനെക്കാട്ടും എനിക്ക് അങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും മടി ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്ക് മടി പിടിച്ചു. ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നു. അതൊക്കെ നല്ല കാര്യമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം, സാനീസ് ബിഗ് ഫാൻ ഗേൾ പ്രപ്പോസൽ വന്നാൽ ആക്സെപ്റ്റ് ചെയ്യുമോ ഫോർ മാരേജ് എന്ന് വെച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ഫാൻ ഗേളിനെ തന്നെ കെട്ടാനാണ്. ഫാൻ ഗേൾ എന്നല്ല, നമ്മുടെ ഒരു നല്ലൊരു വ്യൂവർ നല്ലൊരു സബ്സ്ക്രൈബർ ആയാൽ മതി. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും കേട്ടോ. ആക്സെപ്റ്റ് ചെയ്യും. ഫോർ മാരേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് ആക്സെപ്റ്റ് ചെയ്യും, കെട്ടുകയും ചെയ്യും, നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരികയും ചെയ്യും. അടുത്ത ചോദ്യം, പ്രണയം ഉണ്ടായിട്ടുണ്ടോ, നിലവിൽ ഇപ്പോൾ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രണയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 1 സൈഡ് പ്രണയങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു 2 മന്ത്സ് പോയിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രണയത്തിലേക്കല്ലായിരുന്നു, അത് ഫ്രണ്ട്ഷിപ്പായിരുന്നു. പിന്നെയാണ് മനസ്സിലാക്കിയത്. അതങ്ങനെ പറഞ്ഞ് ഞങ്ങൾ സെറ്റായി. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു. പിന്നെ ജപ്പാനിൽ വെച്ചൊരു പ്രണയത്തിലേക്ക് ഞാൻ വഴുതി വീണു. അതപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. രാജ്യം വേറെ ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര ഫിസിക്കൽ അട്രാക്ഷൻ, ഒരു മെൻ്റൽ കണക്ഷനൊക്കെ ആയിരുന്നു. അത് പിന്നെ ഞങ്ങൾ 2 പേരും നല്ല മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അത് നടക്കാനും പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ 2 പേർക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളത് ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിച്ചത് ഇതായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഞങ്ങൾ മെസ്സേജ് അയക്കും, ചാറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്.
പ്രണയം ഉണ്ടായിട്ടുണ്ടോ, നിലവിൽ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മിറ്റഡ് അല്ല കേട്ടോ. കീത്തു 5 വർഷം ഒറ്റയ്ക്ക് ഇരുന്നു, ഇപ്പോൾ ഫാമിലി കൂടെ ആയപ്പോൾ എന്തായിരുന്നു ഫീൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഒറ്റയ്ക്കുള്ള ലൈഫും ഭയങ്കര സന്തോഷമാണ്. ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ രണ്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എവിടെയും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി ഞാൻ വീട്ടിലേക്ക് വിളിക്കും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെടലും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആയിരക്കണക്കിന് മെസ്സേജുകൾ നോട്ടിഫിക്കേഷൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഡയറക്റ്റ് നമുക്കൊരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സമൂഹം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഒറ്റപ്പെടലൊന്നും ഫീൽ ചെയ്തിട്ടില്ല, ഹാപ്പി ആയിരുന്നു. പക്ഷേ വീട്ടിൽ വന്നപ്പം ഏറ്റവും ഹാപ്പിയായി. അർച്ചനയെ മീറ്റ് ചെയ്തോ, വാട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ടു എന്ന് ഒരു വസന്തം എന്ന് പറഞ്ഞിട്ടുണ്ട്. അർച്ചനയെ മീറ്റ് ചെയ്തില്ല കേട്ടോ, മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അർച്ചനയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി റിലേഷൻഷിപ്പ് എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. എനിക്ക് എല്ലാ കാര്യങ്ങളും, എൻ്റെ പേഴ്സണൽ ലൈഫ്, യൂട്യൂബിലെ കാര്യങ്ങൾ, എൻ്റെ വ്യൂസ്, കമൻസ്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു എന്നല്ല, ഇപ്പോഴും ആണ്. കല്യാണത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ടോ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആളിങ്ങനെ അടിച്ചു പൊളിച്ച് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. ചേച്ചി നിങ്ങളുടെ കൂടെ തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ചേച്ചിക്കും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ വീട് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പം ചേച്ചി നിങ്ങളുടെ കൂടെയാണോ എന്ന് ചോദിക്കുന്നതിനേക്കാളും നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ജന്യ, കല്യാണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കല്യാണം നമ്മൾ നോക്കുന്നുണ്ട്, ഇപ്പോൾ പെട്ടെന്നില്ല കേട്ടോ. ആര്യ, ഫ്യൂച്ചർ പ്ലാൻ ചോദിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ ജപ്പാനിൽ പോകണം, വർക്ക് ചെയ്യണം, സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് അഫോർഡബിളായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്, അതിൻ്റെ കൂടെ കല്യാണം, പിന്നെ സെറ്റിലാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് തന്നെ നടക്കില്ല, കാരണം ഫിനാൻഷ്യലി അത്ര സെറ്റായിട്ടില്ല. ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻ. സനു, ജപ്പാനിലെത്തിയിട്ട് നാട്ടിൽ എന്ത് കാര്യമാണ് മിസ്സായിട്ട് തോന്നിയത്? ജപ്പാനിലെത്തിയിട്ട് നാട്ടിൽ മിസ്സായിട്ട് തോന്നിയത് ഉത്സവങ്ങൾ, അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും മിസ്സായിട്ട് തോന്നിയത്. ഡിഡ് യു ലൈക്ക് ഇന്ത്യ ഓർ ജപ്പാൻ? ഇന്ത്യ ഓർ ജപ്പാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കേരളം ഓർ ജപ്പാൻ എന്ന് കേരളം എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇന്ത്യയിൽ ഞാൻ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. രണ്ടും ഇഷ്ടമാണ് എനിക്ക്. എന്നാലും ഒരു പൊടിക്ക് എല്ലാവരും ഇന്ത്യ തന്നെയാണല്ലോ പറയുന്നത്. ഇന്ത്യ എനിക്ക് ഇഷ്ടമാണ്. ഷിഫ അജ്മൽ, കല്യാണം ആയോ എന്ന് വെച്ചിട്ടുണ്ട്. കല്യാണം ആയില്ല കേട്ടോ. ആകുമ്പോൾ എന്തായാലും അപ്ഡേഷൻ നിങ്ങളുടെ അടുത്ത് പറയും. സർപ്രൈസ് ആയിട്ടൊന്നും വെച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല. അമ്മ എന്നാ ജോലി, ടീച്ചറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മ വെറ്റിനറിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്, ടീച്ചറല്ല, ഗവൺമെൻറ് എംപ്ലോയി ആണ്. അച്ഛനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ, ഒന്ന് കാണിക്കാമോ വീഡിയോയിൽ? നിങ്ങൾ മാരീഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കാര്യം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ. മാരീഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാരീഡ് അല്ല. മാരേജ് ഈ അടുത്തുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രപ്പോസൽ നോക്കുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബർ ആണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്നെ അറിയാവുന്ന സബ്സ്ക്രൈബർ ആണെങ്കിൽ ഏറ്റവും സന്തോഷം. ആരെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും വരട്ടെ അല്ലേ. അവിടുത്തെ മലയാളികളല്ലാതെ ഫ്രണ്ട്സ് ഉണ്ടോ? വീഡിയോസൊക്കെ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മലയാളികളല്ലാതെ ഫ്രണ്ട്സ് ഉണ്ട്. മലയാളികളല്ലാത്ത ഫ്രണ്ട്സാണ് നമുക്കുള്ളത്. അപ്പം മലയാളി ഫ്രണ്ട്സ് വളരെ കുറവാണ്. മലയാളികളല്ലാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. ഫിലിപ്പീൻസ്, ബ്രസീലിയൻസ്, ശ്രീലങ്ക, ജാപ്പനീസ് ഫ്രണ്ട്സ് ഉണ്ട്, ബംഗ്ലാദേശ്, നേപ്പാൾ, എല്ലാ ടൈപ്പ് ഫ്രണ്ട്സും ഉണ്ട്. മറ്റേ സ്പാനിഷ്, സ്പെയിന്, മെക്സിക്കോ, എല്ലാ ടൈപ്പ് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഊഗി, ജപ്പാനിലെ ലൈഫാണോ അതോ നാട്ടിലെ ലൈഫാണോ ഇഷ്ടം? ജപ്പാനിലെ ലൈഫ് ഒരു പ്രത്യേക ലൈഫാണ് കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇടയ്ക്ക് നാട്ടിൽ തന്നെ ഇതുപോലെ നിന്നിട്ട് പോകണം. കാരണം ഫിനാൻസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. നമ്മൾ നാട്ടിൽ ഒട്ടും പൈസ ഇല്ലാതെ നിൽക്കുന്നതിനെക്കാട്ടിലും അവിടെ പൈസ ഉണ്ട്. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യാമല്ലോ. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ പൈസ കൊടുക്കണമെങ്കിലോ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിലോ ഒക്കെ ചെയ്യാം. പൈസ ഒരു മെയിൻ സംഭവം തന്നെയാണ് കേട്ടോ, നമ്മുടെ ഹാപ്പിനെസ്സും. അപ്പോൾ ഞാനവിടെ ഹാപ്പി ആയിരുന്നു. അവിടുത്തെ ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ വന്നപ്പോൾ മറക്കാൻ പറ്റാത്ത നല്ലൊരു അനുഭവം പങ്കുവയ്ക്കാമോ? നാട്ടിൽ വന്നപ്പോൾ മറക്കാൻ പറ്റാത്ത നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ സ്കൂളിലെ സംഭവങ്ങളാണ്. സ്കൂളിലെ ടീച്ചർ, നമ്മുടെ ഒരു ഹിന്ദി ടീച്ചർ ഉണ്ടായിരുന്നു, +1 +2 പഠിപ്പിക്കുന്ന ടീച്ചർ. ഓൾറെഡി നമ്മുടെ ലൈഫ് സ്റ്റോറി ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുമാരകലത്ത് പഠിച്ച കൊച്ചാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ടീച്ചറിനെ കണ്ടു. പിന്നെ എന്നെ ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. യാബ്രിസ് മുത്തച്ഛനൊക്കെ ടീച്ചറിന് പരിചയമുണ്ട്, വീഡിയോസിൽ കണ്ട്. പക്ഷേ ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റാണ് ഞാനെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ആ ടീച്ചറിൻ്റെ നല്ലൊരു നോട്ടപ്പുള്ളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടീച്ചറാണ്. നന്നായിട്ട് പഠിപ്പിക്കും. അതുപോലെ എല്ലാ രീതിയിലുള്ള പെരുമാറ്റം കൊണ്ട്, വസ്ത്രധാരണം, അങ്ങനെ ഭയങ്കര നമ്മളൊക്കെ റോൾ മോഡലാക്കുന്ന ടൈപ്പ് ഒരു ടീച്ചറാണ് കേട്ടോ. നല്ലൊരു ടീച്ചറായിരുന്നു, ടീച്ചറാണ്.
അപ്പോൾ ടീച്ചറിനെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ടീച്ചർമാരൊക്കെ തിരിച്ചറിയുന്നു. നമുക്ക് ഇപ്പോൾ പോകുമ്പോൾ ഒരു അഭിമാനമാണ് സ്കൂളിലേക്ക് പോകുമ്പോൾ. ഒത്തിരി പിള്ളേർ നമ്മുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് മേടിച്ചിട്ട് ബുക്കിൻ്റെ പേജ് നടുക്ക് പേജ് കീറിക്കൊണ്ടുവന്ന് ചേട്ടാ ഒപ്പിട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ പഠിച്ച സ്കൂളിൽ ചെന്ന് നമ്മളെ അവിടുത്തെ പിള്ളേർ തിരിച്ചറിയുന്നു, ടീച്ചർമാർ തിരിച്ചറിയുന്നു, നമ്മൾക്ക് അവരോടുള്ള സ്നേഹം, അവർക്ക് നമ്മളോടുള്ള സ്നേഹം. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ല അനുഭവമായിരുന്നു കേട്ടോ. അതുപോലെ കോളേജിലാണെങ്കിലും സെലിൻ ടീച്ചർ ഞങ്ങളുടെ ട്യൂട്ടറായിരുന്നു കേട്ടോ. അപ്പം ടീച്ചറുമായിട്ടുള്ള ഒരു സ്നേഹം, അതുപോലെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ ടീച്ചർ വന്നിരുത്തി ഓഫീസ് റൂമിൽ തന്നെ കസേരയിട്ടിരുത്തി ഞങ്ങളായിട്ട് സംസാരിച്ച് ഭയങ്കര എനിക്ക് മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു സ്വീകരണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. സ്കൂളിലാണെങ്കിലും ആ ഒരു സന്തോഷം അതൊരു സ്വീകരണം തന്നെയാണ്. പിന്നെ കോളേജിൽ ഗസ്റ്റായിട്ട് വിളിച്ചതും അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ചേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ. ഹാപ്പി ആയിട്ട് ജീവിക്കുക, പിന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം എവിടെയെങ്കിലും നല്ല സമാധാനമായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു വീട് മേടിച്ച് അവിടെ സെറ്റിലാവണം. വീട്ടിൽ കുറച്ച് വളർത്തു മൃഗങ്ങളൊക്കെ വേണം. അങ്ങനെ വീട്ടിൽ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണം വീട്ടിലേക്കുള്ള ആവശ്യത്തിനായിട്ട്. അങ്ങനെ സമാധാനപരമായിട്ട് ഒരു ഫാം എന്ന് പറഞ്ഞാൽ വലിയൊരു സെറ്റപ്പ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പൂന്തോട്ടങ്ങൾ അങ്ങനെ വളരെ സമാധാനമായിട്ട് ജീവിച്ചു പോകുക എന്നുള്ളൊരു ആഗ്രഹമാണ്. ഞാനും അച്ഛനൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ മണക്കാട് കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനത്തെ കോൺവെർസേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ യമൂനയൊക്കെ വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ പക്ഷേ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം. ചെറുപ്പത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉത്സവ സീസൺ അല്ലേ, എനിക്ക് തൂക്കം കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മുടിയേറ്റ് അങ്ങനത്തെ ആഗ്രഹം. എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആവാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെയൊക്കെ ആയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ സിനിമാടനാവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ പാട്ട്, ഡാൻസ്, അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ലവറുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലവറില്ല. ജപ്പാനിൽ പോകാനുണ്ടായ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വീട്ടാൻ പിന്നെ എനിക്കും ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആവണം എന്നൊക്കെ വിചാരിച്ചിട്ട്. നമ്മളങ്ങനെ ഒരു വലിയൊരു ഫാമിലിയൊന്നും അല്ലായിരുന്നു, ആവറേജിലും താഴെയുള്ള ഫാമിലിയാണ്. അച്ഛൻ അങ്ങനെ ഒരു സാധാരണ ജോലി, ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു ആദ്യം കുറേ നാൾ. പിന്നെ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അപ്പം വലിയ സാലറിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചീനെ കെട്ടിച്ച കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തന്നെ വീട്ടണം എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് വന്നു. പിന്നെ ഞാൻ പോയ കടങ്ങൾ തന്നെയാണ് എനിക്ക് കൂടുതൽ വീട്ടേണ്ടി വന്നത്. അത് പെട്ടുപോയതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം ഫിനാൻഷ്യലി നന്നായിട്ട് കുടുംബമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ജപ്പാനിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്തത് അളിയനും അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും കൂടിയാണ് കേട്ടോ. മെൻ്റലി ഞാനും പിന്നെ പ്രിപ്പയർഡായി അങ്ങ് വന്നു. അതൊക്കെയാണ്. പ്രോബ്ലംസ് ഇല്ലായിരുന്നു, അതൊക്കെ ശരിയായെന്ന് വെച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് ഇത് ഉദ്ദേശിച്ചത് ആ വിസ മറ്റേ പാസ്പോർട്ടിൻ്റെ പ്രശ്നമായിരിക്കും, അതൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് വന്നത്. അടുത്തെങ്ങാനും കല്യാണം ഉണ്ടെങ്കിൽ ഭാവി വധു സങ്കല്പങ്ങൾ. അടുത്തെങ്ങും കല്യാണം ഇല്ല കേട്ടോ. ഭാവി വധു സങ്കല്പങ്ങൾ പറഞ്ഞാൽ ആൾ കുറച്ച് സ്മാർട്ടായിരിക്കണം, എല്ലാ കാര്യങ്ങളും ഓടിയടന്ന് ചെയ്യാനുള്ളൊരു പ്രാപ്തി ഉണ്ടായിരിക്കണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഫിസിക്കലായിട്ട് അങ്ങനെ ഭയങ്കര ഒരു സംഭവമൊന്നും നോക്കുന്നില്ല. പിന്നെ എനിക്കും പ്രായം കൂടി വരുവാണല്ലോ. നമ്മളങ്ങനെ ഡിമാൻഡ് വെച്ച ഒരാളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര അതൊട്ടും എന്താ പറയുക, പൊളിറ്റിക്കലി ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നെ ആണെങ്കിലും എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ബെനിഫിറ്റ് നോക്കിയിട്ട് ആരെങ്കിലും കല്യാണം കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നമ്മളിഷ്ടപ്പെട്ട് പരസ്പരം ധാരണയോടുകൂടി അങ്ങനെയൊക്കെ പോകുന്നതാണ് ഇഷ്ടം. റിലേഷൻഷിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ഇല്ല. കല്യാണം എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്തയാൾ. കല്യാണം ഞാൻ പറഞ്ഞല്ലോ നോക്കുന്നുണ്ട്. പിന്നെ കല്യാണങ്ങളാട്ടോ ചോദിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം, 5 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ജപ്പാനിലെ എന്തൊക്കെയാണ് മിസ് ചെയ്യുന്നത്? ഞാനിപ്പോൾ അവിടുത്തെ മെയിനായിട്ട് ഫുഡാണ് മിസ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ചെറിയ യാത്രകളില്ലേ ട്രെയിനിൽ കൂടെയൊക്കെയുള്ള, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് ചെറി ബ്ലോസംസ് ഒക്കെ നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുക്കായിരുന്നു. അങ്ങനെ ആ സീസൺ മിസ്സായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങൾ, അങ്ങനെ ട്രെയിനിലുള്ള യാത്രകൾ, ജപ്പാനിൽ ലൈഫ് തന്നെ ശരിക്കും മിസ്സായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും മാസമായില്ല, അതുകൊണ്ടാണ്. ചിലപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും അങ്ങനെ ഒരു ഹാങ് ഓവർ ഒന്നും തോന്നാറൊന്നുമില്ല. പക്ഷേ ഇതിപ്പം 6-7 മാസം ആയപ്പോഴേക്കും അവിടുത്തെ ലൈഫ് അതൊക്കെ ഓർത്തിട്ടൊരു മിസ്സിങ് തോന്നുന്നുണ്ട്. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ മെയിനായിട്ട് എഴുതി വെച്ചിട്ട്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സമയം നമ്മൾ വലിച്ച് നീട്ടി വർത്താനം പറഞ്ഞാൽ ബോറിങ് ആവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസാണ് എടുത്തോളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ Q&A പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ കുറേ കാലം കൂടി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് സെറ്റപ്പൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്, മൈക്കും ഇവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള. അപ്പോൾ പാർട്ട് 2 ഞാൻ എന്തായാലും ഇതുപോലെ വർഷങ്ങളോളം ഇട്ടൊന്നും ഇതാക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ.
ഒരു ചെറിയ Q&A, പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അതൊക്കെ പറയാൻ പറ്റി. അപ്പോൾ എന്തായാലും ജപ്പാനിലേക്ക് പോകാനുള്ള പ്ലാനിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും അപ്ഡേഷൻസൊക്കെ ഞാൻ പറയാം. പിന്നെ ജപ്പാനിലേക്ക് ജോലിക്ക് വേണ്ടി ആളുകളെ കൊണ്ടുപോകുന്ന, നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടല്ലോ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുപോകുന്ന തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ. നമ്മൾ വിസയിൽ തന്നെ കൊണ്ടുപോകാനുള്ള 1-2 ഓഫറുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ജെന്യൂനിറ്റിയൊക്കെ ആലോചിച്ചിട്ട് നമുക്കത് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അത് ഏറ്റവും ജെന്യൂൻ ആയിരിക്കും. നമുക്ക് ഒരു നെഗറ്റീവ് അടിക്കരുത്. ലാസ്റ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് അതിൻ്റെ എമൗണ്ടിൻ്റെ പേരിലും ഇങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും വരരുത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ പോയിട്ട് താമസിക്കാൻ പോകുന്നതിൻ്റെ ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ട്രാവലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെ അങ്ങോട്ട് ഈ നമ്മൾ വിടുവാണെങ്കിലും എനിക്ക് വന്ന് ഇടയ്ക്ക് മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വന്ന് നോക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ആണെങ്കിൽ നമുക്ക് അത് പ്രൊസീഡ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. കാരണം നമ്മളിങ്ങനൊരു സംഭവം മുന്നോട്ടേക്ക് എടുത്ത് വെച്ചിട്ടേ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനൊരു എന്തെങ്കിലും ഒരു സംഭവം പാളി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ആവും അത്. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ വീഡിയോ കണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ്. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം. നമുക്ക് വീഡിയോസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്കിങ്ങനെ നമ്മുടെ യാത്രകളൊക്കെ തുടരാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇനിയും തുടർന്ന് നമ്മുടെ വീഡിയോസ് കാണുക. പിന്നെ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.